ഈ സോളാറിന് പ്രത്യേകത രാവിലെ നല്ല സൂര്യപ്രകാശം വേണം അല്ലേ? അപ്പോൾ ഇത് വെക്കുന്ന ഒരു ഡയറക്ഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് വെക്കുന്നത്? നോർത്ത് സൗത്ത് ഡയറക്ഷനാണ് വെക്കുന്നത്. ഒരു 10 മുതൽ 15 ഡിഗ്രി വരെ ചെരിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് രാവിലെ ഒരു 9 മണി 10 മണി മുതൽ ഒരു 3 മണി വരെ വരുന്ന, അല്ലെങ്കിൽ 4 മണി വരെ വരുന്ന ഒരു സൂര്യപ്രകാശത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത്. നമ്മളൊരു 10 പേര് സുഹൃത്തുക്കളാണുള്ളത്. 10 കാഴ്ചപ്പാടാണ്. 10 കാഴ്ചപ്പാടാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമുക്ക് 20 കമ്പനികളുണ്ട് മൊത്തം. പണ്ടൊക്കെ സോളാർ നമ്മൾ ഓർക്കുമ്പോൾ ആദ്യം ഓടി വന്ന വിവാദങ്ങളാണ് ഓടി വന്നത്. സോളാർ മനസ്സിൽ ഓടിയെത്തും. നമ്മൾ കൊമേഴ്ഷ്യൽ ചെയ്യുന്നുണ്ട്, പക്ഷേ കൂടുതൽ നമ്മൾ ചെയ്യുന്നപ്പോൾ ഗവൺമെൻറ് MNREൻ്റെ സബ്സിഡി കിട്ടുന്നുണ്ട്. 78,000 രൂപ 10 കിലോവാട്ട് വരെ ഏത് പ്രൊജക്റ്റിനും ഇപ്പോൾ ഗവൺമെൻറ് 78,000 രൂപ സബ്സിഡി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സബ്സിഡി പ്രൊജക്റ്റുകളാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബോധത്തോടുകൂടി ചെയ്യണം, അതാണ് ബോധം. അതെ, ഇനിയിപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെയും പറയാം, നമുക്ക് അത്രേ ഉള്ളൂ. ബോധ്യപ്പെട്ട് തന്നെ ചെയ്യണം. അതെ അതെ. അമ്മ മെമ്പേഴ്സിന്, അസോസിയേഷൻ മെമ്പേഴ്സിന് നമ്മൾ 20% ഡിസ്കൗണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു ബിസിനസ്സുകാരനാണ്. ഒരു ബിസിനസ് എങ്ങനെ സക്സസ് ആക്കണമെന്ന് പല ആളുകളും പല രീതിക്കായിരിക്കും യാത്ര ചെയ്യുക, പല രീതിക്കായിരിക്കും പറയുക. പക്ഷേ ഇന്ന് ആ ബിസിനസ്സിൻ്റെ ഒരു യാത്ര ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എവിടെ നിന്ന് തുടങ്ങി എവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് കേൾക്കാൻ, അത് ബിസിനസ് ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുന്നവർക്ക് ഒരു എന്താണ് പറയുക, അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടി എന്നോടൊപ്പമുള്ള മുബാറക്. ഞാൻ കോഴിക്കോടാണുള്ളത്. മുബാറക്, ഹായ്, നമസ്കാരം. ഞാൻ മുബാറക്കിനെ കാണുന്ന അമ്മയുടെ ഷോ നമ്മുടെ സോളാർ കമ്പനിയുമായി വന്ന് അല്ലേ? അതെ അതെ അതെ. സന്തോഷവാനായി തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതെ അതെ അതെ. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പല രീതിക്കാണ് ബിസിനസ് ആളുകൾ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നു മുബാറക്കിന്റെ തുടക്കം മൊബൈലുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ബിസിനസ്സുമായി അല്ലേ? ഇപ്പം 20-25ഓളം സ്ഥാപനങ്ങൾ, നിങ്ങളുടെ ഒരു കൂട്ടായ്മ, വലിയ കൂട്ടായ്മ. അതെ അതെ. തുടക്കം എങ്ങനെയായിരുന്നു? അത് ഞാൻ മുമ്പ് മൊബൈലിൻ്റെ ആക്സറീസിൻ്റെ ഒരു ഷോപ്പിൽ നമ്മൾ സാധാ ഒരു സെയിൽസ്മാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് പയ്യെ ഞാൻ അതിൻ്റെ ഒരു ഏരിയ, അതായത് തിരുവനന്തപുരം ഏരിയ ഞാൻ ആദ്യം എടുത്തു. അത് മാത്രം ഞാൻ അങ്ങനെ മാർക്കറ്റ് ചെയ്ത് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒരു ഹോൾസെയിലിൻ്റെ മൊബൈൽ ആക്സറീസ് ഹോൾസെയിൽ ഷോപ്പ് എടുത്തു. പിന്നെ എറണാകുളത്ത് വന്നു. അതിന് ശേഷം ആദ്യം കാലിക്കറ്റിൽ രാമനാട്ടുകാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എറണാകുളത്ത് വന്നു. പെൻഡാമനകൽ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പം ആ ബിസിനസ്സിലൊന്നും നമുക്ക് ഞാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഓൾ ഓവർ കേരള നമ്മൾ ഓൺ ബ്രാൻഡ് ചാർജർ പല കസ്റ്റമേഴ്സിന് അവരുടെ ബ്രാൻഡ് ചാർജർ മേക്കിംഗ് യൂണിറ്റ് ആയിട്ട് ഡൽഹിയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കോവിഡെല്ലാം വന്ന സമയത്ത് ഈ ചൈന ഇന്ത്യ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് റോ മെറ്റീരിയൽസ് വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചെറിയ മാനുഫാക്ചേഴ്സിന് അല്ലെങ്കിൽ അവർക്ക് നമുക്കവിടെ ലോക്കൽ പർച്ചേസിങ് ആണ് ആക്സറീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അവൈലബിലിറ്റിയും കോസ്റ്റ് വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നതും പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ കൊറോണ ആ സമയത്ത് പിന്നെ ഞാൻ അവിടെ ഡൽഹിയിലെ ബിസിനസ് ടോട്ടലി വൈൻഡപ്പ് ചെയ്തു. പിന്നെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ നമ്മളെ എഡ്യൂക്കേഷൻ്റെ സ്ഥാപനങ്ങൾ ഓൾറെഡി നടക്കുന്നുണ്ട്. അതെ അതെ, അതിൻ്റെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഗ്രാജുവേറ്റ് പ്ലാൻ അക്കാദമി എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ തൊട്ട് മേലെയാണ്. ഇപ്പോൾ നാളെ നമ്മളതിൻ്റെ ഇനോഗ്രേഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് ശേഷം സോളാറിൻ്റെ നമ്മൾ ഓൾറെഡി നമ്മളൊരു സുഹൃത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഇതാണ്, ഒരു എന്താ പറയുക, സിംഗിൾ ഓണർ എന്നുള്ള രീതിയിൽ ഒരു പാർട്ണർഷിപ്പ് ഫേം പോലെ നമ്മൾ ചെറിയ മന്ത്ലി 1, 2, 3 ഇൻസ്റ്റാളേഷൻ എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിനെ നമ്മളൊരു കമ്പനി ആക്കി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കി. ആ സമയത്താണ് ഗവൺമെൻറ് സബ്സിഡി സ്കീം സ്റ്റാർട്ട് ചെയ്തത്, MNREയുടെ. അപ്പോൾ അതിലേക്ക് നമ്മളെന്താക്കി, ഗവൺമെൻറ് സബ്സിഡിയിലേക്ക് അതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, MNREയിൽ രജിസ്റ്റർ ചെയ്തു, കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി. കഴിഞ്ഞ 2 വർഷത്തിൽ കൂടുതലായിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ സ്ഥാപനമാണ് ഫസ്റ്റിൽ. ഞങ്ങൾ ചെറുകുട്ടി റോഡിൽ ഞാൻ അതിലേക്ക് വരണം. ഈ സ്ഥാപനങ്ങളിൽ തുടങ്ങി വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് ഓഫീസിൽ വരുമ്പോൾ ഒരു വലിയ ഒരു എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതെ അതെ. പല ഓഫീസിലും പോകുമ്പോൾ എനർജി കുറവുണ്ടാവും ചില ഓഫീസിൽ പോകുമ്പോൾ. ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്, സ്റ്റാഫുകളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, അവർക്ക് ഫ്രീഡം കൊടുത്തിരിക്കുന്നു. സാധാരണ ഒരു മലയാളി കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മുതലാളി കയറി വരുമ്പോൾ അവർക്ക് ഒരു ഫ്രീഡം ഉണ്ടാവില്ല.
അവരുടെ വർക്കിൽ പോയി ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫ്രീഡം നിങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അവരാണ് എൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഉള്ള റിസൾട്ട് വർക്ക് ചെയ്താലും നമുക്ക് റിസൾട്ട് ഉണ്ടാവണം. നമ്മളെ പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. എന്നാൽ റിസൾട്ട് ഉണ്ടായാൽ പോരാ, റിസൾട്ടിനോടനുബന്ധിച്ച് അവർക്ക് അതിന് വേണ്ട ബെനിഫിറ്റ് കൂടെ കിട്ടും. അപ്പോൾ അതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അവർ ഹാപ്പി ആയിരിക്കുന്നത്. ഈ സോളാർ എന്നൊരു കോൺസെപ്റ്റിലേക്ക് വേറെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, അതിലേക്ക് വന്ന് നമ്മളിവിടെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോളാറിലേക്ക് തന്നെ ജോയിൻ ചെയ്യാനുള്ള ഒരു എഡ്യൂക്കേഷൻ വലിയ ബിസിനസ്സാണ്. സോളാറിലേക്ക് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ ഒരേ ഒരു സെക്ടറിൽ മാത്രമല്ല നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനർജി സെക്ടറിലേക്ക് നമ്മൾ ആ ഒരു രീതിയിൽ എൻ്റെ ഒരു മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് മാനുഫാക്ചറിങ്ങും അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സോളാർ കുറച്ചുകൂടി എനിക്ക് റിലേറ്റഡ് ആണ്, അറിയാവുന്നതായതുകൊണ്ടാണ് അതിലേക്ക്. പിന്നെ മാർക്കറ്റിംഗ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഈ പറഞ്ഞത് സോളാർ ഇപ്പം നമുക്കെല്ലാം വൈദ്യുതിയുടെ ബില്ല് വരുമ്പോൾ നമ്മൾ ഷോക്കാക്കി പോകുന്ന സാഹചര്യം വരെ പലതും ഉണ്ടായിട്ടുണ്ട്. സോളാർ മൊത്തത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, വീടുകളിൽ പോലും സോളാർ ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്ത വർക്ക് ഇപ്പം 2 വർഷത്തിനാണ് നമ്മളിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു കമ്പനിയായി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് മുമ്പ് സുഹൃത്തുക്കളെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്താണ് പോയത്. നിങ്ങളിത് എത്ര പേരാണ്? ഒരു സുഹൃത്തു വലയമായിരിക്കുമല്ലോ. സുഹൃത്തു വലയമാണ് നിങ്ങൾ. ഒരു നൂലിൽ മുത്തുമാല കോർക്കുന്ന പോലെ ആ മാലയ്ക്ക് വലിയ പ്രൗഢിയാണ്. ആ മാലയ്ക്ക് ഒരു നൂലിലാണ് നമ്മൾ കോർക്കുന്നത്. അങ്ങനെ സുഹൃത്തുക്കളാണ്. എത്ര സുഹൃത്തുക്കളാണ്? നമ്മളൊരു 10 പേര് സുഹൃത്തുക്കളാണുള്ളത്. 10 കാഴ്ചപ്പാടാണ്. 10 കാഴ്ചപ്പാടാണ്. അപ്പം അതിനകത്ത് ഇപ്പോൾ നമുക്ക് 20 കമ്പനികളുണ്ട് മൊത്തം. അതിനകത്തൊരു കമ്പനിയാണ് സോളാറിൻ്റെ സോൾസ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാജുവേറ്റ് പ്ലാൻ അക്കാദമി, എഡ്യൂക്കേഷൻ സെക്ടറിൽ മെജുഗർ, അതുപോലെ ഫിൻടെക്, കാഫോളി എഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഫിനാൻസ് കമ്പനി, അങ്ങനെ 20ഓളം കമ്പനികൾ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊരു കമ്പനിയാണ് സോളാർ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ സുഹൃത്തുക്കളാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. അവിടെയൊക്കെ വരുന്ന ഒരു പ്രശ്നങ്ങൾ, പൊതുവെ കാണുന്ന പ്രശ്നങ്ങൾ, ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എന്നൊരു ചോദ്യം. പല കമ്പനിക്കും പല ആളുകളായിരിക്കും അതിന്റെ തലപ്പത്തിരിക്കുക. മുമാർക്ക് ചിലപ്പോൾ സോളാറിലായിരിക്കും ഇരിക്കുക, മറ്റാള് മറ്റൊരു എഡ്യൂക്കേഷനിലായിരിക്കും. അപ്പൊ ബിസിനസ് നിങ്ങൾ ഉള്ളിൽ ഒരു മത്സരമുണ്ടോ? ഇല്ല, നമ്മളെല്ലാവരും ചെറിയവരാ, നമ്മളിൽ വലിയവരില്ല. മത്സരമില്ല, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമില്ല. പക്ഷേ പ്രൊഡക്റ്റുകൾ തമ്മിലിപ്പോൾ നമ്മൾ ഓരോ ടീം വൈസിലാണ് മാർക്കറ്റിംഗ്, അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ നമ്മളെ കമ്പനീനെ എത്രത്തോളം, അതിന് നമ്മൾ ഒന്നാമത്തെ കേസ് എന്താ വെച്ചാൽ നമ്മളൊരു കമ്പനിക്ക് നമ്മളൊരു ഫോർമാറ്റ് ഓൾറെഡി എല്ലാ കമ്പനിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ നേരെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യില്ല, അതിൻ്റെ അടുത്ത 5 ഇയർ പ്ലാൻ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഓരോന്നിനും വ്യക്തമായ ടാർഗറ്റും ലക്ഷ്യബോധമുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഒരു വർഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എവിടെ എത്തണം, അതിന് നമുക്കൊരു വിഷനുണ്ട്. നെക്സ്റ്റ് ഇയറിൽ എന്താണ്, അടുത്ത വർഷത്തേക്ക് എന്താണ്, അങ്ങനെ ഓരോ വർഷത്തേക്കുള്ള ടാർഗറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. പല ബിസിനസ്സിനും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഇല്ല. നമ്മൾ ഇപ്പോൾ 100 മീറ്റർ ഓടുന്നതിനും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇപ്പോൾ 500 മീറ്റർ ഓടാനും ഒരേ പ്രിപ്പറേഷനല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 ഇയറിൻ്റെ ഒരു പ്ലാന് നമുക്കുണ്ട്, അതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ 2ാമത്തെ വർഷം എന്താണ്, അതിനൊരു പ്ലാൻ ഉണ്ട്, അതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മളെ ബിസിനസ് പോകുന്നത്. സോളാറിലേക്ക് വരുമ്പം സോളാറിൽ കുറച്ച് സ്റ്റാഫുകൾ അല്ലേ? സോളാറിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റിൽ നമ്മളെ ടെക്നിക്കൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫ് നമുക്കുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മളൊരു സുഹൃത്ത്, അവരിപ്പോൾ നമ്മളെ പാർട്ണറാണ്, ഒരു ഡയറക്ടറാണ് കമ്പനീൻ്റെ. അപ്പോൾ അവർ കുറച്ച് സ്റ്റാഫും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് പിന്നെ മാർക്കറ്റിംഗ് ഞാനും അവനും കൂടെ തന്നെ മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ്. കാരണം ഫസ്റ്റ് നമുക്കറിയണം എന്താണ് മാർക്കറ്റിൻ്റെ പൾസ്, എന്താണ് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞാൽ സ്റ്റാഫിന് ആ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മളെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു. പിന്നെ നമ്മളൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തു. ആ ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചെറിയൊരു ഓഫീസായിരുന്നു. അവിടുന്ന് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തു. അവർക്കൊരു കൺസിസ്റ്റൻ്റായിട്ട് ഇത്ര കിലോ വാട്ട് എന്നൊരു ടാർഗറ്റ് ഉണ്ട്. അതൊരു 6 മന്ത് അവർ അച്ചീവ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ഈ ഓഫീസ് ഇട്ടു. അതേപോലത്തെ 4 ടീമിനെ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തു. പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ ഞാൻ ഈ സോളാറിൻ്റെ മെയിൻ ഓഫീസാണ്. ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ മെയിൻ ഓഫീസാണ്. ഇവിടെ കുറേ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഇവർ സോളാറുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് എല്ലാവരും. അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ കുറേ സ്റ്റാഫുകളുണ്ട്. സ്റ്റാഫുകൾക്ക് ഒരു മത്സരമുണ്ട്. അതെ.
ഞാനിവിടെ സ്റ്റാഫാണ്, എനിക്ക് വർക്ക് കൂടുതൽ പിടിച്ചു കൊടുക്കണം. അതെ, എന്റെ ഗൾഫിൽ നമ്മുടെ ടീമിന്റെ കൂടെ വർക്കണം. അപ്പൊ എഡ്യൂക്കേഷൻ അവർക്ക് വർക്ക് പിടിച്ചു കൊടുക്കണം. അതെ. അങ്ങനെ ഒരു മത്സരം അവർക്കുണ്ട്. അത് ഹെൽത്തിയാണ്. ഹെൽത്തിയാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് അവർ ആ ഒരു കോമ്പറ്റീഷൻ ഉള്ളത്. അത് ഗുണം ചെയ്യുന്നുണ്ട് ഒത്തിരി, നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നു അല്ലേ? അതെ അതെ. ഈ സോളാർ നമുക്ക് ഈ സർക്കാരുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് എത്തിയോ? സർക്കാർ പല സ്ഥലത്ത് സോളാർ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ സോളാർ നമ്മൾ ഓർക്കുമ്പോൾ ആദ്യം ഓടി വന്ന വിവാദങ്ങൾ ഓടി വന്നെ സോളാർ വിവാദങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ നമ്മുടെ ഒരു കമ്പനി ആയിട്ട് ഒന്ന് നേരിട്ട് സംസാരിച്ച അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലേ? സർക്കാർ ഇപ്പൊ നിലവിൽ അങ്ങനെ സർക്കാരിന്റെ പ്രൊജക്ടുകൾ ഗവൺമെന്റ് ടെൻഡർ വർക്കുകളാണോ ഉദ്ദേശിക്കുന്നത്? അത് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അതിനൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പ് ചെയ്തെടുക്കും. അത് നമുക്ക് ഒത്തിരി ഗുണമുണ്ടാവുകയല്ലേ? ഉണ്ടാവും അല്ലേ? അതെ. നമ്മളൊരു വീട് ചെയ്ത് ആ വീട്ടുകാർ മറ്റൊരാളോട് പറയുന്നപ്പം സർക്കാരിന്റെ ടെൻഡർ വർക്ക് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാവും. ആ ഒരു നിലയിലേക്ക് വരാനുള്ള ഒരു ടീമിനെ വാർത്തെടുത്ത് കഴിഞ്ഞു. അതൊക്കെ ഉണ്ട്, ടീമൊക്കെ ഉണ്ട് നമുക്ക്. അതിനുവേണ്ടി ഞാൻ ഗവൺമെന്റ് ടെൻഡർ വർക്കിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ടീമിനെ അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ടീം വേറെ ഉണ്ട് നമുക്ക്. പിന്നെ ഡൊമസ്റ്റിക് കൂടുതലും നമ്മൾ കൊമേഴ്ഷ്യൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ ചെയ്യുന്നപ്പോൾ ഗവൺമെൻറ് MNREൻ്റെ സബ്സിഡി കിട്ടുന്നുണ്ട്. 78,000 രൂപ ഒരു 10 കിലോവാട്ട് വരെ ഏത് പ്രൊജക്റ്റിനും ഇപ്പോൾ ഗവൺമെൻറ് 78,000 രൂപ സബ്സിഡി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സബ്സിഡി പ്രൊജക്റ്റുകളാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു വീട്ടിൽ സോളാർ ചെയ്യണം, പ്രഷർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അതെ. ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് നിങ്ങളെ എത്രയാണ് കറണ്ട് ബില്ല് വരുന്നത് നോക്കിയാൽ നമുക്ക് അത് ഒന്നുകിൽ നമ്മളെ സൈറ്റിൽ തന്നെ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനകത്ത് കാൽക്കുലേറ്റർ ഉണ്ട്, അതിൽ കയറിയിട്ട് അവരെ കറണ്ട് ബില്ല് എമൗണ്ട് മാത്രം അടിച്ചാൽ മതി. അപ്പോൾ അവർക്ക് അറിയാം എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ വേണം, എത്ര കിലോ വാട്ടാണ് ചെയ്യേണ്ടത്, എത്ര പാനൽ വേണം എന്നുള്ളത് ഓൾറെഡി അതിൽ ആ കാൽക്കുലേറ്ററിൽ തന്നെ കിട്ടും. നമ്മൾ സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അതുകൂടാതെ ഇപ്പോൾ അത് ചെയ്യാനിപ്പോൾ അവരുടെ കറണ്ട് ബില്ല് കിട്ടിയാൽ നമ്മളെ കുട്ടികൾ എന്താക്കും, അവരെ സൈറ്റിൽ നമ്മുടെ ടെക്നിക്കൽ ടീം സൈറ്റിൽ പോയിട്ട് അവിടെ എത്ര എന്താ പറയുക നമ്മൾ ഷെയ്ഡോ എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഷെയ്ഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ എത്ര കിലോ വാട്ടാണ്, ഏത് പാനലാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ അവർക്ക് ഗൈഡ് ലൈൻ കൊടുക്കും. അതിന് ശേഷം നമ്മൾ എന്താക്കുള്ളൂ, ഒരു രജിസ്ട്രേഷൻ ചാർജ് ചെറിയൊരു എമൗണ്ട് അവർ പേ ചെയ്താൽ മതി. ഒരു 5% പേയ്മെൻറ്റ് നമുക്ക് പേ ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ മെറ്റീരിയൽ അവരുടെ സൈറ്റിൽ ഇറക്കി കൊടുക്കും. അവർക്ക് നമ്മൾ സ്പെക്ക് ആദ്യം കൊടുത്തിട്ടുണ്ടാവും കൊട്ടേഷൻ. ആ സ്പെക്ക് പ്രകാരമുള്ള മുഴുവൻ മെറ്റീരിയലും അവർക്ക് അവരെ മുറ്റത്ത് കിട്ടിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമുക്ക് ബാലൻസ് ഒരു 75% പേയ്മെൻറ്റ് നമുക്ക് ചെയ്ത് തന്നാൽ മതി. ബാക്കി വർക്ക് ഫുള്ള് ഫിനിഷായി അവർ ഓണായി ഹാപ്പി ആയതിനു ശേഷം ബാലൻസ് പേയ്മെൻറ്റ്. മനസ്സിലായി. അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ചിലപ്പോൾ ചില വീടുകൾ 2 സെന്റിലൊക്കെ ആയിരിക്കും വീടുകൾ വരിക. നമുക്ക് സിറ്റികളിൽ അങ്ങനെയാണ്, കാണാൻ മുഞ്ചുള്ള 2 സെന്റിലുള്ള വീടുകളാണ്. അപ്പോൾ അവർക്ക് സ്പേസ് കുറവാണ്. അപ്പോൾ ഈ പാനൽ എങ്ങനെ വെക്കാൻ പറ്റും? റൂഫ് ടോപ്പിൽ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. പാനൽ ഇപ്പം നിലവിൽ അതിനുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. നോർത്ത് സൗത്ത് സൈഡിലേക്ക് ചെറിയൊരു 15 അല്ലെങ്കിൽ ഒരു 12 മുതൽ 15 ഡിഗ്രി ഒരു ചെരുവിലാണ് ഇത് സോളാർ നമുക്ക് പാനൽ വെക്കേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് നമുക്ക് റൂഫ് ടോപ്പിൽ ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയ്ഡൊന്നും കൊടുങ്ങാതെ. അത് നമുക്ക് ഷീറ്റിൻ്റെ മേലായാലും എവിടെ ആയാലും നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയമാണ് ഞാൻ ചോദിച്ചത്. അതെ. നമ്മളൊക്കെ ചെറിയ വീടുകളാണ്, പക്ഷെ അവർക്ക് സോളാർ വെക്കാൻ സാമ്പത്തികമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഈ നമുക്ക് ടോപ്പിൽ ഇത്ര സ്പേസ് കിട്ടണം എന്നുള്ള മസ്റ്റാണ്. അതെ, ഏരിയ നമുക്ക് മിനിമം ആ ഒരു ഏരിയ വേണം. നമുക്ക് അഡീഷണൽ ഇടാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ കുറച്ച് പുറത്തേക്ക് ആക്കിയതിന് കുഴപ്പമില്ല, പക്ഷെ അവരുടെ സ്ഥലത്തിലല്ലേ നമുക്ക് സ്ഥലത്തിനുള്ളിൽ നിൽക്കണം. പക്ഷെ 3 മീറ്റർ വിട്ടായിരിക്കും വീട് പണിയുക, അങ്ങനെയൊക്കെ രീതി. പക്ഷെ ഈ 3 മീറ്റർ നമ്മുടെ ഉള്ളിലാണ്, പക്ഷെ അവിടെ നമുക്ക് നീട്ടിയെടുക്കാൻ പറ്റും. അതിന് നമുക്ക് കാൻലിവറൊക്കെ കൊടുത്തിട്ട് നമുക്കത് നീട്ടിയെടുക്കാം. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഈ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് പൊതുവെ ഉള്ള ഒരു സംശയമാണ് ഞാൻ ചോദിച്ചത്. പിന്നെ അതിനകത്ത് ക്ലീൻ ചെയ്യാൻ പാനൽ നമ്മൾ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴോ ഒന്ന് കഴുകണം. അത് സാധാരണ കസ്റ്റമർക്ക് പറ്റുന്ന വെച്ചാൽ അവർക്ക് തന്നെ കഴുകാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ AMC സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ആനുവൽ മെയിൻ്റനൻസ്. അവർക്ക് വേണമെങ്കിൽ അത് പാക്കേജ് എടുത്തിട്ട് അത് ചെയ്യാവുന്നതാണ്. 2000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് അല്ലെ? 2000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി എത്ര ദിവസം കൊണ്ട് നമുക്കത് പണി തീർത്ത് കൊടുക്കാൻ പറ്റും? നമുക്കത് ഫസ്റ്റ് KSEBന്ന് ഫീസിബിലിറ്റി കൺഫേം ആണ്. അത് ചെയ്യേണ്ടത് ക്ലൈൻ്റ് ആണ് അല്ല, നമ്മളെ കുട്ടികൾ തന്നെ അതിൻ്റെ പ്രോസസ്സ് അതിൻ്റെ വർക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. പക്ഷേ KSEBയിലേക്ക് MNREയുടെ സൈറ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ആളെ നമ്മൾ MNREയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താക്കണം,
MNRയിൽ നിന്ന് KCBയിലേക്ക് അസൈൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവരാണ് നമ്മളെ ഫീസിബിലിറ്റി അസൈൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിന് അവരെ രജിസ്ട്രേഷൻ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 3 മുതൽ 5 കിലോവാട്ടൊക്കെ ആണെങ്കിൽ വിത്തിൻ 3 to 4 days നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഡോക്യുമെൻ്റ് വർക്ക് അടക്കം 1 വീക്കിനുള്ളിൽ നമ്മളെ കംപ്ലീറ്റ് കഴിയും. പിന്നെ KCBയിൽ നിന്ന് അത് ഓണായി കിട്ടേണ്ട ഒരു സാവകാശം വിത്തിൻ 1 വീക്ക് ഓണായി കിട്ടാനുള്ള സമയം പിന്നെ എടുക്കും. ഇല്ല, വിത്തിൻ 1 വീക്കിൽ ഒരുവിധം നമുക്ക് എല്ലാ KCBയിലും വിത്തിൻ 1 വീക്കിൽ അവരത് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് പ്ലാൻ ഓൺ ആക്കി കൊടുക്കണം. ഈ 1000 വാട്ട്സിന്റെ ഇത് വെച്ചാൽ 5 ദിവസം നമ്മൾ പണി നമ്മൾ 5 ദിവസം വേണ്ട, ശരിക്കും 2 to 3 days ആണ് മാക്സിമം. അതിനുള്ളിൽ തന്നെ നമ്മൾ വർക്ക് തീരും. ഇപ്പൊ കോഴിക്കോടാണ് നിങ്ങളുടെ ഹെഡ് ഓഫീസ്, കോഴിക്കോടാണ് പോകുന്നത്. നിങ്ങൾ കാസർഗോഡ് കന്യാകുമാരി വരെ നിങ്ങൾ വർക്കും, കേരളത്തിന് പുറത്ത് നിങ്ങൾ വർക്ക് ചെയ്യും. നമുക്ക് എവിടെയും വർക്ക് ചെയ്യാം. പക്ഷെ നിലവിലെ സ്റ്റാറ്റസിൽ നമ്മൾ ശരിക്കും കാലിക്കറ്റ്, മലപ്പുറമാണ് കൂടുതലും ഡൊമസ്റ്റിക് വർക്കുകൾ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മളെ ബ്രാഞ്ചുകൾ അടുത്ത ഒരു 6 months ഉള്ളിൽ നമുക്ക് 5 ബ്രാഞ്ചുകൾ വരാനുണ്ട്. തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് 5 ബ്രാഞ്ച് നമുക്ക് വരാനുണ്ട്. എറണാകുളം വരുന്നുണ്ട്, തിരുവനന്തപുരം, അതുപോലെ കണ്ണൂർ, പിന്നെ പെരിന്തൽമണ്ണ, അങ്ങനെ ഒരു 4 ബ്രാഞ്ചും കൂടെ നമുക്ക് വരാനുണ്ട്. അപ്പോൾ ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് നമ്മൾ സോളാർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിന് സർവീസ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ആ കസ്റ്റമർക്ക് നാളെ എന്തെങ്കിലും പ്ലാന്റ് ഓൺ ആവുന്നില്ല, ചെറിയ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് നെക്സ്റ്റ് ഡേ എങ്കിലും നമ്മളെ സ്റ്റാഫിനെ അവിടെ പറഞ്ഞു വെച്ച് അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞു വെച്ച് അത് റെഡിയാക്കി കൊടുക്കാൻ പറ്റണം. പക്ഷെ നമ്മൾ ഒരുപാട് ലോങ് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം ഇടയില്ല, അത്രയും ദിവസം വരെ പ്ലാന്റ് ഓഫായി കിടക്കില്ല. അത് അവർക്കൊരു നഷ്ടം വരില്ല. അപ്പോൾ അത് വരാതിരിക്കാൻ ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ്, മലപ്പുറമാണ് നോക്കുന്നത്. അധികം വൈകാതെ വിത്തിൻ ഒരു 3 to 6 months ഉള്ളിൽ നമ്മൾ ഓൾ ഓവർ കേരള നമ്മളെ ബ്രാഞ്ചുകൾ തന്നെ വരും. എല്ലാ സ്ഥലത്തും നമ്മൾ സർവീസ് എല്ലാ സ്ഥലത്തും സർവീസ്. അത് പല ആളുകൾക്കും പല സംശയം. ഇപ്പം നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് നല്ലതായിരിക്കും. ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് പോയത്. ഇപ്പം ഇനിയിപ്പോൾ 5 ബ്രാഞ്ചുകൾ അല്ലേ? 4 ബ്രാഞ്ചുകൾ, 5 ബ്രാഞ്ചുകൾ നമ്മൾ ഓപ്പൺ ചെയ്യും അല്ലേ? അതിൻ്റെ പണിപ്പുരയിലാണ്. അതെ. അതിൻ്റെ റിസർച്ച് ടീം, നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു റിസർച്ച് ടീം തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടി ഇത് മാത്രമാണ്. നമുക്ക് ബ്രാഞ്ചുകൾ എവിടെയാണ്, ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് സ്പേസ് എവിടെയാണ് നമുക്ക് പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ വർക്ക് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം കൊണ്ട് അവർക്ക് ഫെബ്രുവരി അവരെ ഡെഡ് ലൈനാണ്. അതിലവർ ഈ 4 ബ്രാഞ്ചിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഫൈനൽ ചെയ്യും. മാർച്ചിൽ നമ്മൾ 4 ബ്രാഞ്ച് അറ്റ് എ ടൈം വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇന്നലെ ഞാൻ ഇന്നലെ നമ്മൾ രാത്രി ഒന്ന് യാത്ര ചെയ്തപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ടേബിളിന്റെ വലിപ്പമുള്ള ഒരു ഓഫീസാണ് ഞാൻ കാണുന്നത്. ഈ ടേബിളിന്റെ വലിപ്പം കോടതി, ഈ ടേബിളിന്റെ വലിപ്പം ഒരാൾക്ക് കഷ്ടിയിരിക്കാം. അവിടെയായിരുന്നു ജീവിതം ചൂട് വെച്ച് തുടങ്ങിയത് അല്ലേ? സോളാറിൽ അല്ലേ? അതിപ്പോഴും വിടാതെ വെച്ചിരിക്കുന്നത് അത് അവിടെ തന്നെ. എന്തുകൊണ്ടാണ്? അത് ഓൾറെഡി അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആ കോർപ്പറേഷൻ്റെ ബിൽഡിങ് നമ്മളെ തന്നെ റൂമാണത്. പിന്നെ നമ്മൾ അതുകൊണ്ട് ആ ഒരു ഇതിലത് അവിടെ യൂസ് ചെയ്ത് ശരിക്കും അത് ഒരു അഡ്വർടൈസ്മെൻറ്റിന് അത് മതി. നമ്മൾ കാലിക്കറ്റ് സിറ്റിക്കകത്ത് ഒരു ഓഡിങ് നമ്മൾ നല്ലൊരു എമൗണ്ട് മന്ത്ലി ചിലവാക്കും. ആ ഒരു പർപ്പസ് ശരിക്കും നമ്മളെ ആ ഒരു ഓഫീസ് അതിന് ഇതാണ്. പിന്നെ നമുക്ക് നമ്മളെ ടെക്നിക്കൽ സ്റ്റാഫിനും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും കാര്യങ്ങൾക്ക് കുറച്ചുകൂടി അത് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് അത് അങ്ങനെ നിർത്തിയിട്ടുള്ളത്. ഒരു ഭാഗ്യം കൂടെയാണ് അത്. നമ്മൾ ഭാഗ്യം തന്നെ അല്ലേ? അതെ, നമ്മുടെ വരവ് ഇത്ര ഉയർച്ചയിൽ നമ്മൾ ഇരുന്ന് ഇരിപ്പിടം ഒരു ഭാഗ്യമാണല്ലോ. അതെ അല്ലേ? അതെ. അവിടെ താങ്കളായിരുന്നു, മുബാറക്കായിരുന്നു അവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. ചെയർ അങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ട് അവിടെ. അതെ. അവിടെ സ്റ്റാഫ് ഇരിക്കാറുണ്ട്. പക്ഷേ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവില്ല. അവിടെ ആളിരിക്കാറുണ്ട്. ഒരാളിരിക്കാറുണ്ട്. പിന്നീട് നിങ്ങളുടെ ഒരു കൂട്ടായ്മ, ഈ ആളുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടുന്നു അല്ലേ? ആദ്യം ഒരാളിൽ നിന്നും മുബാറക്ക് എത്തുന്നു. സോളാറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഫ്രണ്ട്സ് കൂട്ടായ്മ ഉണ്ട്. ഒരുമിച്ച് തന്നെയാണ് ഉള്ളത്. അതിൽ നമ്മൾ 4 പേര് ഇതിലിപ്പോഴും നമ്മൾ ഡയറക്ടേഴ്സാണ് ഈ കമ്പനിയിൽ. ഓക്കെ, 4 പേര് നമ്മൾ ഡയറക്ടേഴ്സാണ് ഈ സോൾസ്റ്റെല്ല എന്ന് പറഞ്ഞ കമ്പനിയിൽ. നമ്മൾ 10 പേരുണ്ടെങ്കിൽ 4 പേര് ബാക്കി നമുക്ക് ബാക്കിയുള്ള എല്ലാ കമ്പനികളും അങ്ങോട്ടും ഞാൻ തന്നെ 4-5 കമ്പനിയിൽ ഡയറക്ടറാണ് നമ്മൾ തന്നെ. അതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ തന്നെ ഡയറക്ടേഴ്സാണ് പല കമ്പനിയിലും ഡയറക്ടേഴ്സ്. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകാമെന്നൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുള്ളൂ ആരെങ്കിലും? നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങൾ എല്ലാം കോഴിക്കോടുകാരാണോ അതിനകത്ത്? അതെ, കോഴിക്കോട്, എല്ലാം കോഴിക്കോട്. അതെ. ആളുകൾ നമ്മളെ സുഹൃത്തുക്കളാണ്. നമ്മളൊരു 10 വർഷമായിട്ട് പരസ്പരം അറിയുന്ന
10-15 വർഷമായിട്ട് ഒരുപാട് പേര് ചെറുപ്പം മുതൽ അറിയുന്ന ആളുകളൊക്കെ ആയിട്ടുള്ളത് തന്നെ. ബന്ധുക്കളായിട്ടുണ്ടോ? ബന്ധുക്കളല്ല, സുഹൃത്തുക്കൾ. എല്ലാ സുഹൃത്തുക്കളാണ്. അവിടെയാണ് എൻ്റെ ഒരു പ്രസക്തമായ ചോദ്യം. ഈ ബന്ധുക്കളല്ലാത്ത സുഹൃത്തുക്കൾ 10 പേര് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ആ ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരേ ആശയം വരുന്നു. അപ്പൊ സോളാർ എന്നുള്ള ആശയം നേരത്തെ പറഞ്ഞു ഒരു സുഹൃത്തായിട്ട് തുടങ്ങി, പിന്നീട് നിങ്ങൾ അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്, അവിടുന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറും. 10 പേരും സോളാറിലേക്ക് വരുന്നുണ്ട്. അല്ല, സോളാർ എന്നുള്ള ആശയം ശരിക്കും ഈ സോൾ സ്റ്റെല്ലർ എന്നുള്ള ആശയം നമുക്ക് ഈ സുഹൃത്ത് ഇത് ചെയ്യുന്നതിന് മുന്നേ ഉണ്ട്. അതായത് ആ സമയത്ത് നമ്മൾ 2-3 പേര് ഇത് സോൾ സ്റ്റെല്ലർ എന്നുള്ള ഈ പേരും ഇതൊക്കെ ഇട്ട് നമ്മൾ സോളാറിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള അന്ന് ശരിക്കും ഞാനില്ല ആ സമയത്ത് ഇല്ല. അപ്പോൾ ആ സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് സോളാറിൽ ഒരു ഇഷ്യൂ വന്നിട്ട് അതിൻ്റെ വേറൊരു മോഡിലേക്ക് ആ പേര് മൊത്തം പോയി. അതിൻ്റെ അറിയാലോ, സോളാറിൽ ഒരു ഭയങ്കരമായ ഇഷ്യൂ അല്ലായിരുന്നു. അപ്പോൾ പിന്നെ ആ പരിപാടി അവർ ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഈ സോൾ സ്റ്റെല്ലർ എന്ന് പറഞ്ഞ ഫേസ്ബുക്കിലൊക്കെ ആ സമയത്ത് നമ്മൾ പേരൊക്കെ ഇട്ടു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. പക്ഷേ ഓഫീസൊന്നും ഇട്ടില്ല. അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഈ ഇഷ്യൂ വന്നപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളെ സുഹൃത്ത്, ഇപ്പോൾ അവനായിരുന്നു നമ്മുടെ കമ്പനിയുടെ CTO ആയിട്ടുണ്ടായിരുന്ന ഡയറക്ടറാണ്. അവന് ഈ ഇൻസ്റ്റാളേഷൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞ് പിന്നെ നമ്മളത് ഒന്നിച്ച് ഒരു കമ്പനിയായിട്ട് ഡെവലപ്പ് ചെയ്തു. അതെ, തുടക്കത്തിൽ തന്നെ എല്ലാവരും വന്നിരുന്നു. അതെ. പക്ഷെ അവന് സബ്സിഡി വർക്കുകളൊന്നും ചെയ്യാനുള്ള ഓപ്ഷനില്ല. പ്രൈവറ്റ് പ്രോജക്റ്റുകൾ മാത്രമേ ഈ സബ്സിഡി പ്രോജക്റ്റുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് പിന്നെ നമ്മൾ MNRE രജിസ്ട്രേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആയിട്ട് ഒരു 2 വർഷം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ട്. ഈ ബിസിനസ്സിൽ നമുക്ക് ലാഭം വേണമല്ലോ, ബിസിനസ്സിൽ ലാഭം വേണമല്ലോ, എല്ലാ ബിസിനസ്സിനും ലാഭം വേണം. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല മേഖലയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ലാഭ ബിസിനസ് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാം ഒരുപോലെ ആയിരിക്കും. പക്ഷെ ലാഭം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ഏതായിട്ടാണ് കണ്ടിരിക്കുന്നത്? ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അല്ല. ബിസിനസ്സിൽ എന്തായാലും പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് ഇല്ലാത്തൊരു ബിസിനസ്സും നടക്കില്ല. പക്ഷേ നമ്മളതിന് ഒരു സ്ട്രക്ചർ, പ്രോപ്പറായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു വിഷനുമാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ സ്റ്റാഫിനായാലും നമ്മൾ അതാണ് നോക്കുന്നത്. അതായത് മിനിമം നമുക്ക് എത്ര എക്സ്പെൻസ് വരും സ്റ്റാഫിന്, ഓരോ ആളുകൾക്കും മിനിമം ടാർഗറ്റ് ഉണ്ട്, അവർക്ക് അതിന് ഇൻസെൻറ്റീവ് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു പേഴ്സൻറ്റേജ്, നോർമലി ഉള്ള ഒരു പേഴ്സൻറ്റേജ് ഞാൻ മാനുഫാക്ചറിങ് യൂണിറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അതായത് കമ്പനിക്ക് ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റിനൊരു പേഴ്സൻറ്റേജ് ഉണ്ടാവും, ഡീലേഴ്സിനൊരു പേഴ്സൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയും കീപ്പ് ചെയ്തത്. പക്ഷേ അതിന് നമ്മളൊരു ഡെസ്റ്റിനേഷൻ പോയിന്റ് വെച്ചു. ഫസ്റ്റത്തെ 1 ഇയർ ഇതാണ് ചെയ്യേണ്ടത്, ഇത്ര വരെയാണ് നമുക്ക് വേണ്ടത്, ഇത്ര കിലോവാട്ട് പ്രൊജക്റ്റ് നമുക്ക് നടക്കണം, ഇത്ര സ്റ്റാഫ് വേണം. ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇപ്പം നമ്മളെ സിനിമയിലെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം നമുക്കുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓരോ മന്ത്ലി നമുക്കതിൻ്റെ ടാർഗറ്റ്, ഓരോ ടീമിനും ആ ടാർഗറ്റ് ഉണ്ട്. അത് വളരെ ഈസി ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്തു പോകുന്നുണ്ട്. നിങ്ങളുടെ പല കമ്പനിയുണ്ട്. ആ കമ്പനിക്ക് മുകളിൽ ഒരു കമ്പനി ഉണ്ടാവുമല്ലോ. അതെ. അങ്ങനെ ഒരു കമ്പനി ഇല്ലേ? ഉണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ റീസെൻറ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 6 month ആയിട്ട് നമ്മൾ ആലോചിച്ച് തുടങ്ങിയൊരു സാധനം. അതിന് നമുക്കൊരു ബോധ കോർപ്പറേറ്റ് കൺസൾട്ടൻസി, ബോധ ഒരു കമ്പനി, അതാണ് നമ്മളെ ഹെഡ് ഓഫ് കമ്പനി വരുന്നത്. അതിൻ്റെ അണ്ടറിലാണ് ബാക്കി എല്ലാ കമ്പനികളും, 20 കമ്പനികളും അതിൻ്റെ അണ്ടറിലാണ്. ഈ ബോധയിലും നിങ്ങൾ തന്നെയാണ് ഡയറക്ടർ? അതെ, നമ്മൾ തന്നെ ഡയറക്ടർ. അതിൻ്റെ മെയിനായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഈ 20 കമ്പനികൾക്കും വേണ്ട ഗൈഡ് ലൈൻ, അവരുടെ ടാർഗറ്റ്, അവർക്ക് വേണ്ട ടാർഗറ്റ് ടാസ്ക് രൂപത്തിൽ കൊടുക്കും. അവരതിൻ്റെ റിപ്പോർട്ട് മാത്രം നമ്മൾ പരിശോധിക്കുകയുള്ളൂ. ബോധത്തോടുകൂടി ചെയ്യണം, അതാണ് ബോധം. അതെ. ബോധത്തോണ്ട് ചെയ്യാന്നല്ല. അതെ, ഇനിയിപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെയും പറയാം, നമുക്ക് അത്രേ ഉള്ളൂ. ബോധ്യപ്പെട്ട് തന്നെ ചെയ്യണം. അതെ അല്ലെ, നിങ്ങളുടെ എല്ലാവരും ഈ കമ്പനിയുടെ എല്ലാം വളർച്ചയും നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെ ഡയറക്ടർമാരാണ്. നിങ്ങൾ തന്നെ അതിന്റെ ടോപ്പിലിരുന്ന് വീക്ഷിക്കുമ്പോൾ അത് വലിയൊരു സംഭവമാണ്. അങ്ങനെ ആരുടെയും ഒരു മൈൻഡിൽ വന്നിട്ടില്ല. 20 കമ്പനിക്ക് മുകളിൽ 20 കമ്പനി ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വേറെ ആളുകളെ വെച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അതെ, പക്ഷെ ഇത് നിങ്ങൾ തന്നെ ഇരിക്കുവാണ്. അതാണ് നിങ്ങളുടെ ഒരു ചേർന്നുള്ള പ്രവർത്തനം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ യോജിപ്പുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനും നിങ്ങൾ ഒരു ഷെയർ ബിസിനസ്, അപ്പൊ എന്റെ ഒരു ഈഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഈഗോ വർക്കുണ്ട്, എന്റെ മുകളിൽ ഒരാളെ ഇരുത്താൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു വിഷയങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ആ കമ്പനി. അല്ലെ? ആ ആശയം എങ്ങനെയാണ് വന്നത്? അല്ല, അത് ആശയം എന്ന് പറഞ്ഞാൽ നമ്മളത് ഒന്നിച്ച് എല്ലാവരും ഒരേ ബിസിനസ് ചെയ്യുന്നു, വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുമില്ല. പിന്നെ ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് ഫണ്ടിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ
പ്രോഫിറ്റുള്ള കമ്പനി ഏതാണോ അതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഒരു സിസ്റ്റം വായ്പ കൊടുക്കും, തിരിച്ചടച്ചാൽ മതി. ബാങ്കിങ് നമുക്ക് ബാങ്കിൻ്റെ ചെയ്യുന്ന ആ സംവിധാനം നമ്മളെ കമ്പനികൾ നമുക്ക് 20 കമ്പനി ഉണ്ടെങ്കിൽ 10 കമ്പനി നമുക്ക് പ്രോഫിറ്റബിളായിട്ട് റൺ ചെയ്ത് പോകുന്നത്. ബാക്കിയുള്ള കമ്പനി ലോസ് ഒന്നുമില്ല. സ്റ്റാർട്ടിങ് സ്റ്റേജിലായതുകൊണ്ട് പ്രോഫിറ്റായിട്ട് വരാനുള്ള സമയം എടുക്കും. അപ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ഈ 10 കമ്പനിയിൽ നിന്ന് ഫണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിനും ഓട്ടോമാറ്റിക്കലി ഈ ഇയറിൽ എനിക്ക് തോന്നുന്നു ഡിസംബർ നമ്മൾ ടാർഗറ്റ് വെച്ചേക്കുന്നതാണ് എല്ലാ കമ്പനിയും ഒരേപോലെ പ്രോഫിറ്റിലേക്ക് എത്തും. നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു വിഷൻ ഉണ്ടല്ലോ, ഒരു 2030 ഒരു പ്ലാനിങ് ഉണ്ടാവും, 25 ഒരു 5 വർഷത്തെ പ്ലാനിങ്. ആ പ്ലാനിങ് ഒക്കെ മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ഓൾറെഡി നമ്മളത് ടാർഗറ്റ് സോൾ സ്റ്റെല്ലറിൻ്റെത് ഈ വർഷം നമുക്ക് 5 ബ്രാഞ്ചാണ്. അതായത് ഈ അടക്കം 5 ബ്രാഞ്ച്, അടുത്ത വർഷത്തേക്ക് അടുത്ത 5 ബ്രാഞ്ച്, 10 ബ്രാഞ്ച് ഓൾ ഓവർ കേരള 2026 കംപ്ലീറ്റ്. അതുവരെയുള്ള ഫുൾ പ്ലാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെയാണ്. അതിൻ്റെ ടാർഗറ്റ് വിഷൻ എങ്ങനെ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെയാണ്. അതിൻ്റെ ഓർഗനൈസേഷനൊക്കെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു കമ്പനിയിൽ ആദ്യം നമ്മൾ അതിൻ്റെ ഇതാണ് ഉണ്ടാക്കുന്നത്, ഓർഗനൈസേഷൻ അതിൻ്റെ PPT തയ്യാറാക്കി അത് പ്രകാരമാണ് നമ്മൾ അതിൻ്റെ വർക്ക്, എത്ര സ്റ്റാഫാണ് ഓരോന്നിനും വേണ്ടത്, അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഏത് സ്റ്റാഫാണ്, ആ ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. ഈ 10 പേർക്കും 10 ടൈപ്പ് സ്വഭാവം, 10 ടൈപ്പ് ബിസിനസ് മൈൻഡ്, 10 ടൈപ്പ് ബിസിനസ് ചെയ്തവരുണ്ടാകാം അല്ലേ? അപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞ് മുബാറക്ക് ചെയ്ത ബിസിനസ് പറഞ്ഞു, ഇങ്ങനെ പല ബിസിനസ് ചെയ്തവരാണ് ഒന്നിച്ചു വന്നിരിക്കുന്നത്. ആ ബിസിനസ് പഴയ ബിസിനസ്സുകൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമോ, അതോ ഇതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു? അല്ല, പഴയ ബിസിനസ്സൊക്കെ ഇതിനോട് കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് 20 കമ്പനികളായിട്ടുള്ളത്. കഴിഞ്ഞ നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോകും. അതെ, ഒറ്റ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന എല്ലാം കൂടെ ഒന്നിച്ചാണ് ഈ 20 കമ്പനി ആയിട്ടുള്ളത്. അപ്പൊ ഈ ആദ്യം മുബാറക്കിന്റെ ബിസിനസ് മൊബൈൽ ആക്സസ് ഒക്കെ ആയിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ വൈൻഡപ്പ് ചെയ്തു. കോവിഡ് കൊണ്ട് വൈൻഡപ്പ് ചെയ്തു. അത് ടോട്ടലി എനിക്ക് ലോസ് ആണ്. അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്തു. അപ്പൊ ആ വൈൻഡപ്പ് ചെയ്ത ഉടൻ തന്നെ ഇതിലേക്ക് വന്ന് വേറെ ബിസിനസ് അല്ല, ആ സമയത്ത് എനിക്ക് അക്കാദമി ഉണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളെ സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അവിടെയൊക്കെ കോൺസെൻട്രേഷൻ ചെയ്തു, അത്ര ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമുക്ക് സോളാർ വന്നപ്പോൾ അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് ആദ്യം നമുക്ക് അവിടെ നമ്മളെ മയോൺ ബിൽഡിങ്ങിലായിരുന്നു, ഒരു 300 സ്ക്വയർ ഫീറ്റിൽ ഒരു ഓഫീസായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി, ഇതിൻ്റെ മേലെ ഒരു 1500 സ്ക്വയർ ഫീറ്റിലേക്ക് മാറി. 100ഓളം കൗൺസിലർ നമുക്ക് വേണം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ നിലവിലൊരു 30 കൗൺസിലേഴ്സിനെ വെക്കാനുള്ളൊരു സ്പേസാണ് ഇപ്പോൾ നമുക്കുള്ളത്. 35 കൗൺസിലേഴ്സിനെ വെക്കാം. അത് കഴിഞ്ഞ് അടുത്ത ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷനും കൂടാണ് നമുക്ക് നാളെ വരാം. ഇവിടെ ഏറ്റവും ഒരു ഇതിലേക്ക് വരുന്ന നമ്മൾ സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഈ സ്റ്റാഫുകളുടെ യോഗ്യത എന്തായിരിക്കും? നമ്മൾ സ്റ്റാഫുകളുടെ യോഗ്യത അതാത് കമ്പനികളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അതാത് HR മാനേജർ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്, ക്രൈറ്റീരിയ, ഓരോ ഇന്ന ക്വാളിറ്റി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരമുള്ള സ്റ്റാഫിനെ അവർക്ക് ഹയർ ചെയ്യാം. അതാണ് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എപ്പോഴെങ്കിലും മുബാറക്ക് എന്നൊരു വ്യക്തി ഒരു സമയത്ത്, ഇപ്പം കോവിഡ് സമയത്തൊക്കെ നഷ്ടങ്ങളൊന്നും നമ്മളെല്ലാം വൈൻഡപ്പ് ചെയ്യുന്നു അല്ലെ, നമ്മളൊരു ജീവിത സാഹചര്യം ഒന്ന് മാറുന്നു. ആ സമയത്തൊക്കെ എന്തെങ്കിലും മുബാറക്കിന് ഒരു എന്താണ് ഒന്ന് ഇരുന്ന് പോകുന്നൊരു അവസരം, ആ സമയത്തൊക്കെ ഒന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി കൂടെ നിന്നവർ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടാവും? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതെ, അവരാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്, സുഹൃത്തുക്കൾ. ഞാൻ ആ സമയത്ത് അത്രയും ലോസും ആ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഇവരാണ് എൻ്റെ കൂടെ നിന്ന് ഉയർത്തി കൊണ്ടുവരാൻ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ സുഹൃത്തുക്കളാണ്, അവരെന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കമ്പനീൻ്റെ ബോധയിലുള്ള ഡയറക്ടേഴ്സ് എല്ലാവരും അവരാണ്. നമ്മളൊരു ടീമാകുമ്പോഴേ നമുക്കൊരു സ്ട്രെങ്ത് ഉള്ളൂ. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഞാനടക്കമുള്ള ആളുകളേ ഉള്ളൂ. അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പരിധിയില്ലേ നമുക്ക്. ടീമായിട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റാണ്, കുറച്ചുകൂടി എളുപ്പത്തിൽ. ഞാനിപ്പോൾ പറഞ്ഞില്ല, നമുക്കൊരു കമ്പനിയിൽ ഫിനാൻഷ്യൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ഏത് കമ്പനിയിലാണല്ലോ ഫണ്ടുള്ള അവരത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് കയറി പോരാൻ. തീർച്ചയായും. വീട്ടിലെങ്ങനെയാണ് പഠിക്കുന്ന കാലത്തൊക്കെ? എന്തായാലും പഠിക്കുന്ന കാലത്ത് സാധാരണ എല്ലാവരും ഉള്ള അതേ രീതിയിൽ ആയിട്ട് അത്യാവശ്യം. വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ ഞങ്ങൾ 5 ആൺകുട്ടികളാണ്, വാപ്പ ഉമ്മ 5 ആൺകുട്ടികൾ. എൻ്റെ മൂത്ത 2 കാക്കന്മാർ, ഇളയ 2 അനിയന്മാർ. എൻ്റെ ഇടയ്ക്കുള്ളതാണ് നമ്മൾ 5 പേരിൽ വീട്ടിൽ. പഞ്ചപാണ്ഡവരിൽ അർജുനൻ, പക്ഷെ കണ്ടാ ഭീമന അതുള്ളൂ അല്ലേ. അതെനിക്ക് ഈ 5 പേർക്കും ബിസിനസ് ആണോ? അല്ല, ഇതിലിപ്പോൾ മൂത്തക്കാക്ക ബ്രദർ വരുന്ന ഇവിടെ നമ്മളെ ലക്ഷദ്വീപിൽ PWD കോൺട്രാക്റ്റാണ് അവർക്ക് ചെയ്യുന്നത്.
പിന്നെ ഒരു കാക്ക ദുബായിലാണുള്ളത്. പിന്നെ അനിയന് ഇവിടെ വർക്ക്ഷോപ്പ്, 2 വീലറിൻ്റെ സ്വന്തം വർക്ക്ഷോപ്പ് ഉണ്ട്. പിന്നെ ഇളയ അനിയന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ടാറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും വിവാഹം കഴിഞ്ഞു? എല്ലാവരും വാങ്ങാൻ. എല്ലാവരും വിവാഹം കഴിഞ്ഞു. കൂട്ടുകുടുംബമാണ്? കൂട്ടുകുടുംബമല്ല, അനിയന്മാർ 2 പേരും വീട്ടിലുണ്ട്, ബാക്കി എല്ലാവരും സെപ്പറേറ്റ് ആയല്ലേ? അതെ. ഈ ഉപ്പായ്ക്ക് എന്തായിരുന്നു ആദ്യം ജോലി? സ്റ്റീൽ കോംപ്ലക്സ് അറിയാവോ? അത്രയും പരിചയമില്ല അവിടെ. നമ്മൾ PK സ്റ്റീലൊക്കെ അറിയില്ലേ? അതിൻ്റെ അവിടെ ആദ്യം ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പനി ഉണ്ട്, സ്റ്റീൽ കമ്പനി, സ്റ്റീൽ കോംപ്ലക്സ്. അപ്പം അടച്ചു കിടക്കുകയാണ്. ആ സ്റ്റീൽ കോംപ്ലക്സിലായിരുന്നു ഫർണസ് മാനായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ വാപ്പാടെ ഒരു പാരമ്പര്യം, വാപ്പ ചെയ്ത ഒരു പാരമ്പര്യം നമുക്കില്ല. ഇല്ല. നമ്മളെല്ലാവരും മാറി. അതെ അല്ലേ? അതെ. വാപ്പ എങ്ങനെയാണ് ഈ ബിസിനസ് കാര്യത്തിലൊക്കെ ഉപദേശങ്ങൾ തരാം? ഇല്ല, തുടക്കത്തിലൊക്കെ ഇല്ല. ബിസിനസ്സിൽ അത്ര ഇതല്ല, കൺസേൺ അല്ല. ബിസിനസ്സിൽ അത്ര ഇതുള്ള കമ്പനിയിൽ വർക്ക് ചെയ്ത് ആ ഷിഫ്റ്റ് വർക്കാണ്. രാവിലെ 7 മണി മുതൽ 3 മണി മുതൽ 11 വരെ. നൈറ്റ് ഷിഫ്റ്റാണെങ്കിൽ 11 മണി മുതൽ 7 മണി വരെ. ആ ഒരു 3 ഷിഫ്റ്റായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ആ ഷിഫ്റ്റ് ചിലപ്പോൾ 2 ഷിഫ്റ്റ് ഒന്നിച്ചെടുക്കും. അങ്ങനെ ഒരു ലൈഫിലാണ് പോയിക്കൊണ്ടിരുന്നത്. പൈസയുടെ ഇതൊക്കെ നോക്കി ആ കാര്യങ്ങളിലൊക്കെ കുറച്ച് അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. പൈസേൻ്റെ കാര്യം, വരവും ചിലവ് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വല്ലാതെ വീടായാലും എല്ലാം ഒരു ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നില്ല. വാപ്പ ആ ഒരു ഇതിൽ പോയത് കൊണ്ട് തന്നെ. വാപ്പാടെ വേറെ ഒരു ജീവിതമായിരുന്നു അല്ലേ? അതെ അല്ലേ? അതെ. അതൊക്കെ നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ടല്ലോ മക്കളുടെ, അല്ലേ? വാപ്പാടെ ജീവിതം അതെ. അതാണല്ലോ 5 പേര് വാപ്പാക്ക് ഇടവും വലവും നോക്കാനില്ലാതെ, അല്ലേ? അതൊരു വലിയ ഭാഗ്യം, വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോൾ ഈ ബിസിനസ്സിൽ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മുൻ ബിസിനസ്സിലെ എക്സ്പീരിയൻസ് ആണ്. പഴയ ബിസിനസ്സിൽ എനിക്ക് ലോസ് വരാനും നഷ്ടം വരാനും കാരണം അതിൽ നിന്നാണ് ഞാനത് പഠിക്കുന്നത്. എൻ്റെ മിസ്റ്റേക്കാണ്. എന്നെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിലോ അതൊക്കെ എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനതിനാരും പറ്റിക്കപ്പെട്ടിട്ടുണ്ടല്ലേ? അത് സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ പഴിയാറപ്പെട്ടിട്ട് കാര്യമില്ല. അത് എൻ്റെ കെടുകാര്യസ്ഥത എന്നേ ഞാൻ പറയുള്ളൂ. അല്ല, അതിൽ എനിക്ക് ആരോടും പരാതിയില്ല. പക്ഷെ അതിൽ നിന്ന് പഠിച്ചു. നമ്മൾ മാർക്കറ്റിൽ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് പൈസ നമുക്ക് ആ രീതിയിൽ തന്നെ പോകും. ഞാനതിന് വല്ലാതെ എന്താ പറയുക, ആ ഇതിൽ ഞാൻ പിന്നെ വല്ലാതെ ഫോക്കസ് ചെയ്യാറില്ല. ഇപ്പം കറക്റ്റ് പ്രോപ്പർ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ കൂടെ നിന്നിട്ട് ചതിച്ചവരുണ്ട്? ഇല്ല, അങ്ങനെ ചതിച്ചതെന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ആ സാധനത്തിനെ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല കേട്ടോ. ചതി അല്ലെങ്കിൽ അത് നമ്മളെ മിസ്റ്റേക്കാണ്. നമ്മൾ ചതിക്കപ്പെടാൻ നിന്ന് കൊടുത്തിട്ടാണ് നമ്മൾ ചതിക്കപ്പെടുന്നത്. അതിന് നമ്മൾ കെടുകാര്യസ്ഥ എന്ന് പറയാൻ പറ്റുള്ളൂ. ബിസിനസ്സിൽ പ്രോപ്പറായ ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം അവിടെ വർക്ക് ചെയ്തോളൂ. അതിനകത്ത് നമുക്ക് റോളൊന്നുമില്ല. നമ്മൾ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യൽ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അതാണ് നമ്മളിവിടെ ഞാനത് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മളിൽ നിന്നുണ്ടാവുന്ന ചതിവല്ല, ചതിക്കുമ്പോൾ നമ്മൾ നിന്നു കൊടുത്തോണ്ടാണ് ചതിക്കപ്പെടുന്നതെന്ന് പറയുമ്പോഴും അത്തരം ചതിക്കപ്പെട്ടവരെ പിന്നീട് കാണാറുണ്ട്. കണ്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് പരാതിയൊന്നുമില്ല. അവരുമായിട്ട് സംസാരിക്കാറൊന്നുമില്ല. നമ്മൾ ആ വഴിക്ക് അവർ പോകുന്നു, നമ്മൾ കണ്ടാലും സംസാരിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് പിണക്കമില്ല അവരോട്. അത് എൻ്റെ മിസ്റ്റേക്കല്ലേ, അത് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അതിൽ എനിക്ക് ഇപ്പോഴും പല എമൗണ്ടുകളും ഞാൻ എല്ലാവരോടും പറഞ്ഞ് ക്ലിയർ ചെയ്ത് ഓരോന്നോരോന്ന് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഞാൻ ക്ലിയർ ചെയ്യും ഈ ഒരു വർഷം. വളർച്ചയ്ക്ക് ശത്രുക്കളുണ്ടാവും. ശത്രുക്കളുണ്ടാകുമ്പോൾ നമുക്ക് വളരാൻ കഴിയുള്ളൂ. ശത്രുക്കൾ വളർച്ചയ്ക്ക് ഉണ്ടാവും എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ അത് ഞാൻ നോക്കാറില്ല. എനിക്ക് ശത്രുക്കളുണ്ടോ അല്ലെങ്കിൽ വേറെ വലിയ കമ്പനികൾ അവിടെ ഉണ്ടോ അതൊന്നും എൻ്റെ ഫോക്കസ് അതിലൊന്നുമില്ല. നമുക്ക് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. നമുക്ക് എന്താണോ ഈ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് 1 ഇയർ പ്ലാൻ എന്താണോ ആ പ്ലാനിന് വേണ്ട ടീമിനെ ഡെവലപ്പ് ചെയ്ത് അത് കറക്റ്റായിട്ട് ചെയ്താൽ മതി. അല്ലാതെ അപ്പുറത്ത് വേറെ ശത്രുക്കളുണ്ട് അല്ലെങ്കിൽ ഇവിടെ വേറെ ആളുകൾ വില കുറച്ച് കൊടുക്കുന്നത് ഇതൊന്നും ശരിക്കും നമ്മളെ കൺസേൺ അല്ല. നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് നമുക്ക് ക്വാളിറ്റി ഓക്കെ ആണോ, അത് ആളുകൾക്ക് റീസണബിൾ മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവ് പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, പിന്നെ അതിന് കസ്റ്റമർക്ക് ആ കൊടുക്കുന്ന ക്വാളിറ്റിക്കുള്ള സർവീസ് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഉപദേശങ്ങൾ കിട്ടാറുണ്ട്? ഉപദേശങ്ങൾ ഞാൻ കേൾക്കാറില്ല കൂടുതലും. ഉപദേശം എന്ന് പറയുന്നതിന് നമുക്ക് തോന്നുന്നത് ഉപദേശം നമ്മൾ ആർക്കും ഉപദേശം നമ്മളോട് ചോദിക്കുന്ന ആളുകൾ, ഒരാൾ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വരണം. അല്ലാതെ വെറുതെ നമ്മളൊരാളെ നമ്മൾ ഉപദേശം ആർക്കും വേണ്ട. ആർക്കും ഉപദേശം ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ചോദിച്ച് വരുന്ന ആളുകൾക്ക് നമുക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ.
ചോദിക്കാത്ത ആളുകളെ നമ്മൾ ഉപദേശിക്കാനോ നമുക്ക് ഉപദേശം കേട്ടിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടോ? എനിക്കറിയില്ല. പല ആൾക്കാരും പല രീതിയാണ്. എൻ്റെ കൺസെപ്റ്റിൽ ഉപദേശം എന്ന് പറയുന്ന സാധനം അറിയുന്നല്ല, അതിന് നമ്മൾ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു വരുമോ അല്ലേ? മുബാറക്കെ ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ട്, എന്താ ചെയ്യുക? ആ ചോദിച്ചു വരുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നമ്മളെ കേൾക്കും. എന്നാൽ ആ ഉപദേശിക്കുന്നില്ല, ആ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ. അതല്ലാതെ നമ്മൾ വെറുതെ ഒരാളോട് പറഞ്ഞാൽ അവർക്ക് കേൾക്കാനേ താല്പര്യം, ആർക്കാ താല്പര്യം ഉണ്ടാവും? അവർ പോയി നമ്മൾ ഉപദേശിച്ചിട്ടോ അവർക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല, നമുക്ക് ഗുണമില്ല. ഞാൻ അങ്ങനത്തെ ഉപദേശം കേൾക്കാനോ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ അത് ഞാൻ എൻ്റെ ടീമിൽ ഡിസ്കസ് ചെയ്യും. ടീമിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഓഫ് ടീമുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് എനിക്ക് അതിനുള്ള വ്യക്തമായ സൊല്യൂഷൻ കിട്ടും. കാരണം വെച്ചാൽ 10 ആളുകളുടെ 10 ആളുകൾക്ക് 10 ഐഡിയാസാണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്തായാലും നമ്മുടെ ഡിസ്കഷനിലുണ്ടാവും. അതുതന്നെയാണ് നമുക്ക് എനിക്ക് കിട്ടുന്ന ഉപദേശം. അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ ടീമാണ്. അതിപ്പോൾ സോൾ സെല്ലറാണെങ്കിൽ ഇവിടുത്തെ എൻ്റെ ക്രൂ ആണ് എൻ്റെ സ്ട്രെങ്ത്. ബാക്കി ടോട്ടൽ എൻ്റെ ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത് എൻ്റെ ഈ ടീമാണ്. 10 പേരാണ് എൻ്റെ സ്ട്രെങ്ത്. ഈ 10 പേർക്കുള്ളിലും പല അഭിപ്രായങ്ങൾ ഏകീകരിച്ചെടുക്കാൻ സമയമെടുക്കുമോ? ഇല്ല, അങ്ങനത്തെ സമയമില്ല. നമുക്ക് അതിനൊരാൾ ലീഡ് ചെയ്യാനും നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ റാഷിദ് നമ്മളെ അവനാണ് മാനേജിങ് ഡയറക്ടർ. ആ മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അത് ആ ആളുടെ പവറാണ്. അത് ആർക്കും ആവാം. പക്ഷെ ഒരാൾ ലീഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ലീഡ് ചെയ്യുന്ന ആസ് എ കമാൻഡർ ആ ആൾ പറയുന്നത് നമ്മൾ കേൾക്കണം, അനുസരിക്കണം. അല്ലെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് പോകില്ല. അങ്ങനെ ഒരാളായിരിക്കുമോ നിയന്ത്രിക്കുക? ഒരാൾ ലീഡ് ചെയ്യും. നമ്മുടെ എല്ലാ അഭിപ്രായങ്ങളും ഒന്നായിരിക്കും. ഒരാൾക്ക് ലീഡിങ് പവർ ഒരാൾക്കുണ്ടാവും. അതെ. അതിപ്പോൾ ഇവിടെ ഞാൻ മീറ്റിംഗ് ഇരുന്നാൽ എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് എന്ത് സജഷൻ എനിക്ക് തന്നു കഴിഞ്ഞാൽ ആ സജഷന് എനിക്ക് വാല്യബിളാണ്. ഞാൻ ആ മീറ്റിംഗിൽ ആ മിനിറ്റ്സിൽ അവരുടെ ഏത് സജഷനും ഞാൻ എടുക്കും. നല്ലതാണെങ്കിൽ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. അത് അവർക്ക് കമ്പനിയിൽ നമ്മളത് അപ്ലൈ ചെയ്യും. ഇനിയിപ്പോൾ ഇൻ കേസ് അത് ശരിയല്ലാന്ന് തോന്നുകയാണെങ്കിൽ അവരോട് അതെന്താണ് റീസൺ അവരെ തന്നെ വിളിച്ച് ആ കാര്യം ഇന്നതാണ്. അവർക്കത് കൺവിൻസ് ചെയ്യും. അവർക്കത് കൺവിൻസ് ആവണം. അതല്ലെങ്കിൽ പിന്നെ അവർക്ക് നമ്മളോട് വർക്ക് ചെയ്യാനും ബുദ്ധിമുട്ട്. നിർബന്ധമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം എപ്പോഴായിരിക്കും? ഇഷ്ടപ്പെടുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക ഓഫീസിലിരിക്കുന്ന നമ്മളെ സ്റ്റാഫിൻ്റെ പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, ഫാമിലി, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന സമയങ്ങളല്ലേ. ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ ഇഷ്ടപ്പെട്ട സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ചില സമയം ഇഷ്ടപ്പെടുന്ന സമയങ്ങളുണ്ട്. ചിലപ്പോൾ ഇവിടെ ഓഫീസിൽ ഒറ്റയ്ക്ക് ഇരിക്കുമായിരിക്കും നമുക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന സമയം. ചിലപ്പോൾ നമുക്ക് സുഹൃത്തുക്കളുമായിട്ട് വർത്താനം ഇന്ന സുഹൃത്തിൻ്റെ കൂടെ കൂടുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക. അത് നമ്മളെ ടീമിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വേറെ വൈബാണ്. വേണ്ട എന്ന് തോന്നുന്ന സമയങ്ങളുണ്ടാവുള്ളൂ. എനിക്കിത് വേണ്ടായിരുന്നു ചില സമയത്ത്, അങ്ങനെ തോന്നുന്ന സമയം ഏതായിരിക്കും? ഇപ്പം നിലവിൽ അങ്ങനത്തെ എനിക്ക് ഒരു തോട്ടോ ഒരു ടാർഗറ്റും വിഷനും വെച്ചിട്ടാണ് പോകുന്നത്. ഫാമിലിയിലായാലും കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. വേണ്ട എന്ന് പറഞ്ഞ വിഷയം മുമ്പുണ്ടായിരുന്നു. അത് ഞാൻ ആ ബിസിനസ്സൊക്കെ ഇപ്പോൾ ഓൾറെഡി വൈൻഡപ്പ് ചെയ്തല്ലോ. അതിനകത്ത് കുറേ നഷ്ടങ്ങൾ. അതിനകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മൾ വീണ്ടും വിചാരമല്ലേ നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കാതെ ചെയ്യുന്ന നമ്മുടെ തന്നെ മിസ്റ്റേക്കുകളാണ്. അവിടെയാണ് ചിലപ്പോൾ ഉപദേശം വേണ്ടി വരുന്നത്. അവിടെ ഉപദേശിച്ചാലോ ഉപദേശിക്കുന്ന ആൾക്ക് അതിനെപ്പറ്റി അറിയാതെ ഉപദേശിച്ചാൽ ആ ഉപദേശങ്ങളൊക്കെ ശരിക്കും നമുക്ക് ചിലപ്പോൾ ഗുണം ചെയ്യില്ല. മനസ്സിലായോ? അങ്ങനെ പല ഉപദേശവും എനിക്ക് പല രീതിയിലും ലോസിലേക്ക് നഷ്ടങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ല, അറിയൂല. അവരുടെ വ്യൂ പോയിന്റിൽ നമ്മളെ നല്ലതിന് വേണ്ടി പറയുന്നതാണ്. പക്ഷെ അത് നല്ലതാണോ അല്ലെന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ 10 പേര് 10 മേഖലയിൽ നിന്ന് വന്നവർ, 10 സുഹൃത്തുക്കൾ, വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളുള്ളവർ. ഈ 10 പേര് ഒരുമിച്ചുള്ള യാത്രയിൽ പല കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കാറുണ്ട്. കൂടുതലും ബിസിനസ് കാര്യങ്ങളായിരിക്കും സംസാരം. ബിസിനസ്സാണ് നമുക്ക്. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ബിസിനസ്സാണ്. നമ്മൾ കൂടുതൽ ഡിസ്കഷനും ബിസിനസ്സാണ്. എയിമും ഒരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ആ ഒരു എയിമിലേക്ക് ഒരു വിഷൻ ഉണ്ട് വ്യക്തമായിട്ട്. പല ആളുകൾക്കും നേരത്തെ പറഞ്ഞ പല അഭിപ്രായങ്ങളുണ്ടാവും. അത് ഏകീകരിച്ചെടുക്കുന്നത് നമ്മളൊരാളെ മുന്നിൽ നിർത്തും. റാഷിനെ മുന്നിൽ റാഷിന്റെ അടുത്തേക്കാണ് നമ്മൾ എല്ലാവരും ഒറ്റ ടേബിൾ വിട്ടിട്ട് സംസാരിക്കും. ഇത് ഇന്നത് മതി എന്ന് തീരുമാനിക്കാൻ റാഷിന് പവറും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു ഉപദേശം അത് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ള ഒരു പിന്നീട് ചിന്തിക്കേണ്ട വന്നിട്ടുണ്ടോ? ആ തീരുമാനം പിന്നീട് നമ്മൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും എടുക്കും. ഒരാളെ അഭിപ്രായം എടുക്കാത്ത പ്രശ്നമൊന്നുമില്ല. ഞാൻ നേരത്തെ ഇവിടെ നമ്മളെ സ്റ്റാഫിനെ ഞാൻ പറഞ്ഞത് സെയിം തന്നെ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ആരുടെ അഭിപ്രായം വാല്യബിളാണ്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു ഫൈനൽ സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. ചിലത് നമ്മളിപ്പോൾ ഞാൻ പറയുന്ന പല സജഷൻസും
നമ്മൾ പല സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റാഷീൻ്റെ പല സജഷൻസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഡയറക്ടേഴ്സും ഇപ്പോൾ നിയാദിൻ്റെതായാണെങ്കിലും നമ്മൾ ഓരോ ഡയറക്ടേഴ്സിൻ്റെതും ഓരോ സജഷൻസ് നമ്മൾ അതാത് കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പ്രശ്നം തർക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു ലീഡ് ചെയ്യാൻ ഒരാൾ എന്തായാലും ഏതൊരു ഇതിനായാലും കപ്പലിനൊരു കപ്പിത്താൻ വേണം, എന്നാലേ അത് മൂവ് ചെയ്യുള്ളൂ. അല്ലാതെ ഒരാളത് ലീഡ് ചെയ്യാൻ വേണം, ആളെ നമ്മളത് അനുസരിക്കുക തന്നെ വേണം, അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. ഒരു നല്ല രീതിയിൽ ഏത് ബിസിനസ് മുന്നോട്ട് പോകാൻ ഒരാൾ ലീഡിങ് പവറിൽ എല്ലാ സിസ്റ്റവും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. യാത്രകൾ ഇഷ്ടപ്പെടാറുണ്ടോ? യാത്ര ഇഷ്ടപ്പെടാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരിക്കും യാത്രയിൽ? യാത്രയിൽ ഇഷ്ടപ്പെട്ടത് ഇപ്പം ഡൽഹി പോയിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ശരിക്കും എനിക്ക് അവിടെ തന്നെ കണ്ട് എനിക്ക് നമ്മുടെ നാട്ടിലുള്ള ഇപ്പം വൈഫ് ഹൗസ് ഭാര്യ വീട് വയനാടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ഥലം. പിന്നെ മൂന്നാർ ഇഷ്ടമാണ്. കേരളത്തിലുള്ള ഇപ്പോൾ നമ്മളെ വാഗമണ്ണ് കുട്ടിക്കാനോ അതിൻ്റെ ഒന്നും ഭംഗി വേറെ എവിടെ പോയാലും കിട്ടില്ല. ദുബായിലും ബിസിനസ് ഉണ്ടല്ലോ. ദുബായിലും പോയിട്ട് ദുബായ് പിന്നെ ഓക്കെ ഇഷ്ടമുള്ള സ്ഥലമാണ്, പോയിട്ടുണ്ട്. ദുബായിൽ ബിസിനസ് നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. അത് എത്ര വർഷമായി ദുബായിൽ? ദുബായിലിപ്പോൾ നമ്മളൊരു 2 വർഷമായിട്ടേ ഉള്ളൂ ദുബായിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്ത് എഡ്യൂക്കേഷനാണ്? അതിനകത്ത് നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷന്, അതായത് നമുക്ക് ലോകത്ത് എവിടെ നിന്നുകൊണ്ടും നമുക്ക് ഡിഗ്രി PG പ്രോഗ്രാം പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓൺലൈൻ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ട് അവിടെ നിന്ന് ചെയ്യുന്നത്. പിന്നെ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നാട്ടിൽ വന്ന് പഠിച്ചെഴുതാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യും. മെയിനായിട്ട് ഓൺലൈൻ പ്രോഗ്രാമാണ് നമ്മൾ ഗൾഫ് കൺട്രീസ്. അപ്പോൾ അവിടെ ഒരു ഓഫീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എവിടെയായിട്ടാണ് ദുബായിൽ? ഷെയ്ഖ് സായിദ് റോഡിൽ നമുക്ക് ഓഫീസുണ്ട്. അവിടെ സ്റ്റാഫുകൾ 10-20 സ്റ്റാഫുണ്ട്. 20 സ്റ്റാഫുണ്ട് അവിടെ അല്ലേ? ഇടയ്ക്ക് പോകാറുള്ളൂ? അതെ അതെ അതെ. നിങ്ങൾ എല്ലാവരും അതിൽ ശരിക്കും ഞാനല്ല ആ പ്രൊജക്റ്റ് ലീഡ് ചെയ്യുന്നത്. അത് ലീഡ് ചെയ്യുന്നത് ഒന്ന് റാഷി ആണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അവനായിരിക്കും അവിടെ ചെയ്യുന്നത്. IITSഉം അതുപോലെയുള്ള അതിൽ അവനാണ് ഡയറക്ടറായിട്ടുള്ളത്. IITS അതുപോലെ തന്നെ എടെക് ഇന്നോവേറ്റർ 2 സ്ഥാപനമാണ് അവിടെ ഉള്ളത്. അവിടെ എല്ലാം നിങ്ങൾ ഡയറക്ടർമാരെല്ലാത്തിലും ഉണ്ട്. പക്ഷെ അത് ലീഡ് ചെയ്യുന്ന ആള് റാഷി ആയതുകൊണ്ട് അവനാണ്. നമുക്ക് ഇനി അവിടെ ഒരു സ്ഥാപനം പുതിയത് ഞാൻ ലീഡ് ചെയ്യുന്നത് വരാനിരിക്കാൻ പോകുന്നുള്ളൂ. അത് അടുത്ത് എനിക്ക് തോന്നുന്നു 3 to 6 മന്തിനകത്ത് ഒന്നുകൂടെ അവിടെ പോകേണ്ടി വരും. അതിൻ്റെ ഓഫീസ് പുതിയത് ഓപ്പൺ ചെയ്യേണ്ടി വരും. അത് ചെയ്യേണ്ടി വരും. വേറെ ഓഫീസ് പുതിയത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വേറെ തന്നെയാണ് പ്രോഗ്രാം. അപ്പോൾ നിലവിൽ നമ്മളെ ഓഫീസ്, അതായത് നമ്മളെ അണ്ടറിലുള്ള കമ്പനികൾ തന്നെയാണ്, പക്ഷേ അത് ലീഡ് ചെയ്യുന്ന ആൾ അവരാണ്. അപ്പോൾ അവരാണ് കൂടുതൽ അവിടെ ഉള്ളത്. ഞാൻ ഇതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, നമ്മളെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 6 മാസത്തിൽ കൂടുതലായി പോയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് പ്ലാനിലാണ്. അതിന് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഡൽഹിയിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദുബായിലേക്ക് ഓഫീസിൽ പോകുന്നുണ്ട്. ഇപ്പോൾ താരസംഘടന അമ്മയുടെ ഓഫീസിൽ വന്നിരുന്നു. അമ്മയിൽ ഇപ്പോൾ സോളാർ ചെയ്തു. താരസംഘടനയായിട്ട് ഇപ്പോൾ നല്ലൊരു ബന്ധമായി. അതെ, എല്ലാവരുമായിട്ടും പോയി. അതെ. സിനിമയിലേക്ക് വല്ലതും ചേക്കേറുന്നുണ്ടോ? ഇല്ല, നിലവിൽ അങ്ങനെ സിനിമയിൽ ചേക്കാനുള്ള ഇല്ല. അമ്മയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകളുമായിട്ട് ബന്ധങ്ങളായി അല്ലെ? എല്ലാ മുഖ്യ താരങ്ങളുമായിട്ട് ബന്ധങ്ങളായി. ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ താരസംഘടനയാണ്. അതെ, കേരളത്തിലെ താരസംഘടന എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സംഘടന ആസ്ഥാന മന്ദിരത്തിലാണ് ഇപ്പോൾ സോളാർ ചെയ്തിരിക്കുന്നത് അല്ലെ? ചെയ്തുകൊണ്ടിരിക്കുന്നു, തീരാറായി, കംപ്ലീറ്റ് ആയി അല്ലേ? അതിന് അതിന്റെ KCB കണക്ഷൻ കിട്ടാനുള്ള കുറച്ച് പ്രോസസ്സ് പേപ്പർ വർക്ക് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അവിടെ കൂടുതൽ ആളുകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിനി കൂടുതൽ വർക്കുകൾ കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ പ്രതീക്ഷകളുണ്ട്? പ്രതീക്ഷകളുണ്ടല്ലോ. അതിനു വേണ്ടിയല്ല നമ്മൾ ആ വർക്ക് ചെയ്തു. അവരെല്ലാവരും സപ്പോർട്ട് നമുക്കുണ്ട്. വർക്കുകൾ വരികയും ചെയ്യും. അവർക്ക് വേണ്ട ഒരു സ്പെഷ്യൽ സ്കീം ഓഫർ നമ്മൾ അവിടെ ഓൾറെഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് സ്കീമൊക്കെയാണ് വെച്ചിരിക്കുന്നത്? അമ്മയ്ക്ക് സ്കീമുകൾ കൊടുത്തിട്ടുണ്ടെന്ന് അനൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അതെ, അമ്മ മെമ്പേഴ്സിന്, അസോസിയേഷൻ മെമ്പേഴ്സിന് നമ്മൾ 20% ഡിസ്കൗണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവർക്ക് ഒരു അതിൻ്റെ കൂപ്പണും ഉണ്ട്. പിന്നെ 20% ഡിസ്കൗണ്ട്. പിന്നെ അവർ സജസ്റ്റ് ചെയ്യുന്ന അവർക്ക് റെഫറൻസിന് ഒരു 5 പേർക്ക് വേറെ 10%. ഒരാൾക്ക് 5 പേർക്ക് അല്ല, ഒരു മെമ്പറിന്. ഒരു മെമ്പറിന് 5 പേരെ റെഫർ ചെയ്യുക. അവർക്ക് 10% ഡിസ്കൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിരിക്കും. ഈ സോളാറിന് പ്രത്യേകത രാവിലെ നല്ല സൂര്യപ്രകാശം വേണം അല്ലെ? ഇത് വെക്കുന്ന ഒരു ഡയറക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് വെക്കുന്നത്? നേരത്തെ പറഞ്ഞെങ്കിലും അത് കൃത്യമായില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഡൗട്ട് വീണ്ടും. ഓക്കെ. അതായത് ശരിക്കും ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷനാണ് വെക്കുന്നത്. ഒരു 10 മുതൽ 15 ഡിഗ്രി വരെ ചെരിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് രാവിലെ ഒരു 9 മണി 10 മണി മുതൽ ഒരു 3 മണി വരെ വരുന്ന, അല്ലെങ്കിൽ 4 മണി വരെ വരുന്ന ഒരു സൂര്യപ്രകാശത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക്
പ്രൊഡക്ഷൻ കിട്ടുന്നത്. ആ ടൈമിങ്ങിൽ അല്ലേ? പിന്നീട് അതിനാനുപാതികമായിട്ട് പ്രൊഡക്ഷൻ കുറയും. വൈകിട്ടാകുമ്പോഴേക്കും പിന്നെ സൂര്യപ്രകാശം വളരെ കുറവായിരിക്കും. രാവിലെയും ശരിക്കും ഒരു 9 മണിക്ക് ശേഷമാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈമാണ് പീക്ക് ടൈം എന്ന് പറയുന്നത്. ഇത് ഫോറസ്റ്റ് ആയിട്ട് വേണമല്ലോ ഏരിയ അല്ലേ? അതെ അതെ, ഷെയ്ഡൊന്നും ഇല്ലാതെ. ഷെയ്ഡ് ഒട്ടും പാടില്ല അല്ലേ? കൃത്യമായിട്ട് തന്നെ കുത്തനെ തന്നെ സൂര്യപ്രകാശം കിട്ടണം. അതെ അതെ അതെ. ഇതിന്റെ പവറുണ്ട്. ഈ നമ്മൾ KCBയുടെ പവറും ഈ പവറുമായിട്ടുള്ള വ്യത്യാസം എന്താണ് ഫീൽ ചെയ്യുന്നത്? പവർ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഷോക്ക് പോലത്തെ പവറുകൾ ഉണ്ടാവുമല്ലോ, അതിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടാകും? അതായത് ശരിക്കും നമ്മൾ ഈ സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് DC കറണ്ടാണ്. KCBയിൽ നമുക്ക് കിട്ടുന്ന AC കറണ്ടാണ്. അപ്പോൾ ഈ DC കറണ്ടിനെ AC കറണ്ടാക്കി മാറ്റിയിട്ടാണ് നമ്മളത് KCBയിലേക്ക് കൊടുക്കുന്നത്. അതിനാണ് ആ ഇൻവെർട്ടർ സംവിധാനം വരുന്നത്. അതെ അതെ. അപ്പോൾ അതിനകത്ത് DC DB വഴി അത് ഇൻവെർട്ടറിൽ കൊടുത്ത് ഇൻവെർട്ടറിൽ അത് AC ആയിട്ട് കറണ്ട് കൺവേർട്ട് ചെയ്തിട്ട് AC DB വഴി അത് നേരെ നമ്മൾ KCBയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിക്കാണ് കൊടുക്കുന്നത്. അതെ അതെ. അപ്പോൾ നമുക്കത് സെയിം ഒരേ മീറ്ററിൽ തന്നെ, ഇന്നും ഔട്ടും ഒക്കെ ഒരേ മീറ്ററിൽ തന്നെ. അതിനുവേണ്ടി നമ്മൾ ആ മീറ്റർ മാറും. ഇപ്പം നിലവിൽ ഒരു വീട്ടിൽ സോളാർ ഇല്ലാത്തൊരു വീടാണെങ്കിൽ അവിടെ നിലവിലെ നെറ്റ് മീറ്ററിൽ അവിടുത്തെ റീഡിങ് മാത്രം, KCBയിൽ നിന്ന് വരുന്ന കറണ്ട് റീഡ് മാത്രം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വരുന്നത് ഇതിനകത്ത് ബൈ ഡയറക്ഷൻ മീറ്റർ, ആ മീറ്റർ മാറും. അപ്പം അതിനകത്ത് ആ മീറ്റർ മാറും. മാറും, പുതിയ മീറ്റർ വരാം. അതിനകത്ത് ഇന്നും ഔട്ടും നമുക്കറിയാൻ പറ്റും. എത്ര കറണ്ട് KCBയിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന്, എത്ര KCBയിൽ നിന്ന് പോകുന്നുണ്ട്, അത് രണ്ടും അറിയാനുള്ള സംവിധാനം അതിനകത്ത് ബൈ ഡയറക്ഷൻ മീറ്ററാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ അപ്പം ആ ഒരു ഡൗട്ടുകൾ ക്ലിയർ ആണ്. അപ്പം നമുക്ക് മീറ്റർ മാറും. നമുക്ക് രാത്രി കാലങ്ങളിൽ നമ്മുടെ KCB തരുന്ന കറണ്ടാണ് ഉപയോഗിക്കുന്നത്. രാത്രിയും പകല് നമുക്ക് ഇവിടുത്തെ കറണ്ട് ഉപയോഗിച്ചാലും ബാക്കി വരുന്ന കറണ്ട് നമ്മൾ KCBയിൽ കൊടുക്കും, എന്നിട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതെ അതെ. ഡേ ടൈമിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നമുക്ക് അവിടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കറണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, KCBയിലേക്ക് കൊടുക്കുന്നത്. അതായത് നമുക്ക് ചെറിയ യൂണിറ്റ് പകൽ യൂസേജ് വരുന്നുള്ളൂ, അത് നമുക്ക് അവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. ബാലൻസ് വരുന്ന കറണ്ട് നമ്മൾ KCBയിലേക്ക് കൊടുക്കും, എന്നിട്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് മൈനസ് ചെയ്ത് തരും. അത് ഓരോ മാസവും ടോട്ടൽ ചെയ്തിട്ട് നമ്മളെ ബില്ലിൽ മന്ത്ലി അത് നമുക്ക് ബില്ലായിട്ട് ജനറേറ്റ് ചെയ്യും. എത്ര കറണ്ട് നമ്മൾ KCB കൊടുത്തു, എത്ര നമ്മൾ ഉപയോഗിച്ചു എന്നതിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 300 യൂണിറ്റ് കറണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്തൊരു മാസം, അതിലൊരു 200 യൂണിറ്റ് കറണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് 100 യൂണിറ്റ് മെച്ചമുണ്ട്. ആ 100 യൂണിറ്റ് നമുക്ക് എന്താവും, നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് തരും. അപ്പോൾ അടുത്ത മാസം 300 ആണെങ്കിൽ ഈ ക്യാരി ഫോർവേഡ് 100 അടക്കം 400 യൂണിറ്റ് കറണ്ട് ഉണ്ടാവും. അപ്പോഴും അവർ 200 ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെ ഒരു വർഷം വരെ KCB അത് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊടുക്കും. വർഷത്തിലൊരു പ്രാവശ്യം അത് സെറ്റിൽ ചെയ്യും. ടോട്ടൽ വർഷത്തിലൊരു പ്രാവശ്യം KCB എന്താക്കും, ടോട്ടൽ എത്ര കറണ്ടാണോ KCBക്ക് അധികം നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിന് പെർ യൂണിറ്റിന് 3 രൂപ 20 പൈസ സെറ്റാണ് തോന്നുന്നത് നിലവിലുള്ളത്. ആ പൈസ വെച്ചിട്ട് KCB ഇയർലി ഒരു പ്രാവശ്യം പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യും. പക്ഷേ മന്ത്ലി നമ്മൾ അധികം കറണ്ട് KCBയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്ലി നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതെ അതെ. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് നമ്മൾ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 300 യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ കറണ്ട് ഉൽപ്പാദിപ്പിച്ചത്. നമ്മൾ 350 യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 50 യൂണിറ്റിൻ്റെ ക്യാഷ് നമ്മൾ KCBയിൽ കൊടുക്കേണ്ടി വരും. അത് അതെ അതെ. അത് ഒരു കൊല്ലം വരെ വെയിറ്റ് ചെയ്യണം. അതാത് മാസം തന്നെ അത് ക്ലിയർ ചെയ്യണം. 2 മാസം കൊണ്ട് ബില്ല് വരും. 2 മാസം കൊണ്ട് അല്ല, സോളാർ വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ബില്ല് വരും. മന്ത്ലി റീഡിംഗ് ആണ്. സോളാർ വെച്ചാൽ ഓരോ മാസവും റീഡിംഗ് ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. സോളാറിൻ്റെ അങ്ങനെയാണല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ ചില ദിവസം ഇപ്പോൾ പറഞ്ഞ 350 മെഗാവാട്ട് നമ്മൾ ഉപയോഗിച്ചു, വീണ്ടും നമ്മളത് നമുക്ക് ഉൽപ്പാദിക്കുന്ന 300 ആയിരിക്കും, വീണ്ടും നമ്മൾ 300ലേക്ക് കുറഞ്ഞു, നമുക്ക് പിറ്റേ മാസം കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എങ്ങനെയായിരിക്കും വരിക? അതായത് ഇപ്പം ഞാൻ ഈ 350 യൂണിറ്റ് അവർ ഉൽപ്പാദിപ്പിച്ചു. 300 യൂണിറ്റ് ഉപയോഗിച്ചിട്ട് 50 യൂണിറ്റ് അവർക്ക് ക്യാരി ഫോർവേഡ് ആവും. ഇനി അതല്ല, 300 യൂണിറ്റ് ആണ് അവർ ഉൽപ്പാദിപ്പിച്ചത്, 350 യൂണിറ്റ് ആണ് അവർ ഉപയോഗിക്കുന്നത്, 50 യൂണിറ്റിൻ്റെ പൈസ അവർ കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. കയറി വരും. അതെ അതെ. അത് ഡിപ്പെൻഡ് അപ്പോൺ ആണ്. ഇപ്പം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനും കുറവായിരിക്കും, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള കൺസപ്ഷനും കുറവായിരിക്കും. ഒരു സാധാരണ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ KCB ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം ഞാൻ പോയിട്ട് ഒരു വേറെ വീട് പണിത് അവിടെ അല്ലെങ്കിൽ വേറെ വാടകയ്ക്ക് പോയി അവിടെ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പിന്നെ വർഷം കൂടുന്നുണ്ടല്ലോ. അങ്ങനെ ഡിപ്പോസിറ്റ് വരുന്നത് ഈ സോളാർ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് നേരത്തെ കൊടുത്തിരുന്നതിൽ നമുക്ക് കുറവ് ചെയ്ത് കിട്ടും.
ഇല്ല, KCBയിൽ മുമ്പ് നിങ്ങൾ എന്താണോ അത് സെയിം പ്രൊസീജിയറിൽ തന്നെ പോകും. സോളാർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കണം, പെർ കിലോ വാട്ടിന് 1000 രൂപ വെച്ച് KCBയിൽ ഡെപ്പോസിറ്റ് ഓൾറെഡി കൊടുക്കണം. പക്ഷെ അത് വിത്തിൻ 1 മന്തിൽ അവർക്ക് KCBയിൽ നിന്ന് തന്നെ അവർക്കൊരു അപേക്ഷ എഴുതി കൊടുത്താൽ ഈ സോളാറിന് വേണ്ടിയിട്ട് കൊടുത്ത പൈസ റീഫണ്ട് ചെയ്ത് കിട്ടും. അതെ 5 കിലോ വാട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 കിലോ വാട്ടിന് 5000 പ്ലസ് അതിൻ്റെ GST 18% GST. ഇപ്പോൾ GST എമൗണ്ട് കട്ടാവും, ബാക്കി ഡെപ്പോസിറ്റ് എമൗണ്ട് അവർക്ക് തിരിച്ചു കിട്ടും അല്ലേ? അതിനൊരു കാലതാമസം എങ്ങനെയായിരിക്കും ആ ഡെപ്പോസിറ്റ്? അത് വിത്തിൻ 1 മന്തിലോ 2 മന്തിലൊക്കെ ആയിട്ട് അവർക്ക് അത് തിരിച്ചു കിട്ടുന്നുണ്ട്. ഞാൻ ഈ സോളാറിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് ഈ സോളാർ വെക്കാൻ ഒത്തിരി പേര് ഇപ്പൊ ആഗ്രഹിക്കുന്നു. അപ്പൊ അവർക്കൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി കൂടുതൽ ഞാൻ അതിൽ തന്നെ കേന്ദ്രീകരിച്ചു. എനിക്ക് ലാസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിലേക്ക് വന്നപ്പോൾ കുറെ കാര്യങ്ങൾ ലാസ്റ്റിലേക്ക് ഞാൻ കൊണ്ടുവന്നു തോന്നുന്നു. എന്തായാലും നല്ല ഒരു ടീം, 10 പേർ ഇറങ്ങുന്ന ടീം. നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണ്. ആ സ്വപ്നത്തിനൊപ്പം വളരുകയാണ് നിങ്ങൾ. ഒരേ ദിവസം വളർച്ചയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള നേരത്തെ പറഞ്ഞു 4 ബ്രാഞ്ചുകൾ തുടങ്ങുന്നു. മറ്റ് ഏരിയയിൽ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ദുബായിൽ വേറൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നിലവിലുള്ള വേറെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഏറ്റവും അടുത്ത് നിങ്ങൾ ചെയ്യാത്ത ഒരു പ്രൊജക്ട്, നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത ബ്രാൻഡുകളിൽ നിന്നും ഇനി ഒരെണ്ണം പുതിയത് തുടങ്ങണം എന്നുള്ള മനസ്സിലുള്ള ആശയം എന്തായിരിക്കും? ഇപ്പം നിലവിൽ നമുക്ക് ഓൾറെഡി 20ഓളം കമ്പനികൾ പ്ലാൻ ഇട്ട് ഇപ്പം നിലവിൽ നമുക്ക് കാലിക്കറ്റിൽ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഓഫീസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, ബോധ കോർപ്പറേറ്റ് കൺസൾട്ടൻസിൻ്റെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇനി അടുത്ത എയിമും ടാർഗറ്റ് മുഴുവൻ പോകുന്നത്. നമുക്കിപ്പോൾ ഈ കമ്പനിയിൽ തന്നെ 72 സ്റ്റാഫുണ്ട്. 72 പേരാണ് ഈ കമ്പനിയിലുള്ള. ഈ കമ്പനിയിൽ മൊത്തം സോളാറിന്റെ കമ്പനിയിൽ 72 പേര്. ഇപ്പോൾ നമുക്കിവിടെ നിലവിൽ 72 സ്റ്റാഫുണ്ട്. ഈ കമ്പനിയിൽ എത്ര സ്റ്റാഫുകളുണ്ട് നിങ്ങളുടെ കമ്പനിയിൽ എല്ലാം കൂടെ ഏർപ്പെടും? അത് ഒരുപാടുണ്ട്. ബാക്കിയുള്ള എല്ലാ കമ്പനികളും കമ്പയർ ടോട്ടൽ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു 10-300 സ്റ്റാഫ് എന്തായാലും ഉണ്ട്. 300 കൂടുതലുണ്ടാവും. 300 കൂടുതൽ സ്റ്റാഫുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് സോളാറിൽ മാത്രം നമ്മൾ 72. സോളാറിൽ ഇനി ബാക്കി ബ്രാഞ്ചുകളൊക്കെ വരുമ്പോൾ സോളാറിൽ തന്നെ അതിൽ കൂടുതൽ സ്റ്റാഫ് വരും. ഈ ഹെഡ് ഓഫീസിൽ നിന്നാണ് എല്ലാ വർക്കും പോവുക. അതെ മറ്റെല്ലാം ഫ്രാഞ്ചൈസി ആയിട്ട് നിൽക്കും. നമ്മളെ ബ്രാഞ്ചുകളായിട്ട് വരും. ഇനി നിങ്ങളുടെ കമ്പനിയിലേക്ക് വേറെ ആളുകൾ കൂട്ടുമോ? ഇപ്പം നിലവിൽ നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ല. ഞാൻ ചോദിച്ചാൽ എനിക്ക് കൂടെ നല്ല ഒത്തരവേട് പോണ കാര്യത്തിൽ വേറെ ആളിന് വേണ്ടല്ലോ അല്ലേ? നിലവിൽ ഞങ്ങളങ്ങനെ ഒരു പുറത്തുനിന്ന് അല്ലെങ്കിൽ നമ്മൾ വേറൊരു ആളെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൊരു പ്ലാന് നമുക്ക് നിലവിലില്ല. ഇനി ഫ്യൂച്ചറിൽ വരില്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ യാത്ര സന്തോഷവാനാണ്? അതെ, ഹാപ്പിയാണ്. അപ്പം ഒത്തിരി ഉയരങ്ങളിലേക്ക് ഇനി ഉയരണം ഈ കമ്പനി. സോളാർ എന്ന് പറഞ്ഞ കമ്പനി ഇനിയും ഒത്തിരി, ഇപ്പം 4 ബ്രാഞ്ച് വരുന്നുണ്ടെങ്കിൽ ഇനി കേരളം ഒട്ടാകെ, അതിന് കേരളത്തിന് അപ്പുറത്തേക്ക് വളരാനുള്ള ഒരു മുബാറക്ക് എന്നും നല്ല ഉഷറോടുകൂടി പ്രസരിപ്പോടുകൂടി ഈ ചിരിയാണ് ഒരു കരുത്ത് അല്ലേ? ഇവിടെ വന്ന് കയറുമ്പോൾ ഇങ്ങനെ ആളുകൾ ചിരിച്ചാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇവിടെ വന്നപ്പോഴും പിള്ളേർക്ക് അവരെല്ലാവരും ചിരിച്ചോണ്ടാണ് നിങ്ങൾ നോക്കുന്നത്. അതൊരു കരുത്താണ് അല്ലേ? എപ്പോഴും ഇങ്ങനെയാണോ? ചിരിക്കാൻ പറ്റുന്നത് തന്നെ ഭാഗ്യമല്ലേ? എപ്പോഴും ഇങ്ങനെയാണോ? ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യം ആവശ്യത്തിന്. പക്ഷെ ഞാൻ പൊതുവെ ദേഷ്യപ്പെടൽ കുറവാണ് നമ്മളെ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ. എന്തായാലും ഈ പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. എനിക്ക് മുബാറക്കിനെ കാണാൻ പറ്റി, സ്ഥാപനത്തിൽ വന്നു. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ എനിക്കും ഒരു ഭാഗമാൻ ഇനിയും ഭാഗ്യമുണ്ടാകട്ടെ. നിങ്ങളുടെ ഓരോ വളർച്ചയിലും നമുക്കിങ്ങനെ നല്ല നല്ല ഇൻ്റർവ്യൂ എടുത്ത് ഒരു യാത്രയിൽ നിങ്ങളുടെ 10 പേരടങ്ങുന്ന ഗ്യാങ്ങിലെ എല്ലാവരെയും കണ്ടൊരുമിച്ചിരുത്തി ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് അത് 10 പേരെ ഒരുമിച്ചിരുത്തി രസകരമായിട്ട് സംസാരിച്ച് പോകാനുള്ളൊരു അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൂടെ അറേഞ്ച് ചെയ്ത് തന്നെ ചെയ്യാം നമുക്കത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.